എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി തന്നെ എല്ലാവർക്കും നല്ലൊരു വായനാ ദിനം ആശംസകൾ നേരുകയാണ്. എസ്.എൻ.എം ട്രെയിനിങ് കോളേജിലെ ലിറ്റററി ക്ലബ്ബും ലൈബ്രറി റീഡേഴ്സ് ഫോറവും സംയുക്തമായി എല്ലാ വ്യാഴാഴ്ചയും നടത്തിവരുന്ന വ്യാഴാഴ്ച വായനാഴ്ച പ്രതിവാര പുസ്തക നിരൂപണത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പുസ്തകങ്ങളെ ഏറെ സ്നേഹത്തോടെ മറ്റുള്ളവരിലേക്ക് പരിചയപ്പെടുത്തുക, നമ്മുടെ ഈ സാഹിത്യ ലോകത്ത് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന പുതിയ രചനകളെയും എഴുത്തുകാരെയും വായനക്കാരിലേക്ക് എത്തിക്കുക, നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിലെ വായനയെ പരിപോഷിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളെ മുൻനിർത്തിയാണ് ഈ പ്രതിവാര പുസ്തക നിരൂപണം നടത്തിവരുന്നത്. ഈ വ്യാഴാഴ്ച നമ്മൾ പരിചയപ്പെടാനായി പോകുന്നത് പ്രശസ്ത എഴുത്തുകാരിയായ ആർ രാജശ്രീ ടീച്ചറുടെ ആത്രേയകം എന്ന പുസ്തകമാണ്. ഈ പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതിനായി 2ാം വർഷ ബി.എഡ് മലയാളം വിദ്യാർത്ഥിനി ലയനയെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഇന്ന് ജൂൺ 19, ലോക വായനാ ദിനം. കാണാത്ത ലോകം കാണിക്കുകയും കേൾക്കാത്ത ശബ്ദം കേൾപ്പിക്കുകയും ചെയ്യുന്ന മാന്ത്രികരാണ് പല പുസ്തകങ്ങളും. അത്തരത്തിൽ ഓരോ പുസ്തകത്തിൻ്റെ രുചിയറിയാനും അവയുടെ മാന്ത്രികതയെ തൊട്ടറിയാനും വേണ്ടി എസ്.എൻ.എം ട്രെയിനിങ് കോളേജ് മൂത്തകുന്നം ലിറ്റററി ക്ലബ്ബും ലൈബ്രറി റീഡേഴ്സ് ഫോറവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വ്യാഴാഴ്ച വായനാഴ്ച പ്രതിവാര പുസ്തക നിരൂപണത്തിലേക്ക് ഞാൻ ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ സുസ്മിത മിസ്സിനെ ടീച്ചറുടെ അസാന്നിധ്യത്തിലും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ നെടുന്തൂണായ ടീച്ചർ കോർഡിനേറ്റേഴ്സ് കൃഷ്ണകുമാർ മാഷിനെയും ഹീര മിസ്സിനെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ പുസ്തക നിരൂപണം നടത്താനായി എത്തിയിരിക്കുന്നത് ഗവൺമെൻറ് HSS പുല്ലൂറ്റിലെ അധ്യാപികയും നമ്മുടെ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ സിജി ടീച്ചറാണ്. ടീച്ചറെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ വായനാ ദിനത്തിൽ ഈ പരിപാടിയുടെ മാറ്റുകൂട്ടാനായി നമുക്കൊപ്പം ചേരുന്നത് ആർ രാജശ്രീ ടീച്ചറാണ്. സമകാലീന മലയാള സാഹിത്യത്തിൽ വ്യാപകമായ ജനപ്രീതി നേടിയ കൃതിയായ കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ, ആത്രേയകം എന്നീ നോവലുകളുടെ കർത്താവാണ്. ഏറെ സ്നേഹത്തോടെ ആർ രാജശ്രീ ടീച്ചറെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്ന് ഈ പരിപാടി പിന്നെ ശ്രീ മാഡം എത്തിയിട്ട് ഉണ്ടാവുമെന്ന് കരുതുന്നു. ഞാൻ പെട്ടെന്ന് ഒരു ഓടിക്കേറിയതാണ് ഗൂഗിൾ മീറ്റിലേക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരും ശ്രദ്ധിച്ചിട്ടില്ല. വളരെ അവർ എത്തിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഒരു ക്ലാരിറ്റി വരുന്നില്ല. എന്തെങ്കിലും ഒന്ന് നീങ്ങിയിരിക്കാനോ റേഞ്ച് ഒന്ന് നോക്കാവോ? അതുപോലെ അവിടെ രാജശ്രീ ടീച്ചർ അവിടെയും കൊടും മഴ, അവിടെ കറണ്ട് പോയിരിക്കാന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്നാലേ ഈ ഇയർഫോൺ മാറ്റിക്കോട്ടെ. ഞാൻ വൈഫൈയിലാണ് ശരിക്കും. വൈഫൈയിലാണ്. അപ്പൊ വൈഫൈയിലാണ് കുഴപ്പമുണ്ടാവില്ലല്ലോ. എന്നാ ഇയർഫോൺ മാറ്റിക്കോന്നു. എനിക്ക് നല്ല ക്ലാരിറ്റിയാണ്. മാഷ് തോന്നിയിരിക്കുന്ന പോലെ എനിക്ക് തോന്നണേ സംസാരിക്കും. ഒരു കരികരിപ്പ് പോലെയാണ് ടീച്ചറെ. അതൊരു ചെറിയൊരു പ്രശ്നമുള്ളൂ എനിക്ക് തോന്നുന്നു. ഒന്ന് ഇയർഫോൺ മാറ്റി ചിലപ്പോൾ ശരിയാവുമായിരിക്കും.
അല്ലെങ്കിൽ ഒന്ന് എക്സിറ്റ് ചെയ്തിട്ടൊന്ന് റീജോയിൻ ചെയ്ത് നോക്കുക. അങ്ങനെയായാലും ഇപ്പൊ ശരിയായോ മാഷെ? ഇപ്പൊ ക്ലിയർ ആയി. അത് ഇയർഫോണിന്റെ പ്രശ്നമായിരുന്നു. അയ്യോ ഓക്കെ. അപ്പൊ ആ ആ രാജശ്രീ ടീച്ചർ അപ്പൊ അവിടെ മഴയാണ്, ഭയങ്കര പ്രശ്നാന്നൊക്കെ പറഞ്ഞു. അതെ അല്ലേ. കറണ്ടിന്റെ ആ അതിൽ ആ വരാന്ന് പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല. ഞാനേ അതിന്റെ ഇടയ്ക്ക് ഒരു അരമണിക്കൂറിന്റെ ഉള്ളിൽ ഇവിടെ കുറച്ചൊരു കാര്യങ്ങൾ ഉണ്ടായി. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ ഓടി കയറി വന്നതാണ്. അപ്പൊ അതിന്റെ ഒരു സംഭ്രമം എന്റെ സംസാരത്തിൽ ഉണ്ടായിരിക്കും. ഇല്ല എല്ലാം ഭംഗിയാവും. നമുക്ക് തുടരാം, കുഴപ്പമില്ല അതെ കേട്ടോ. നന്നായി അതെ നന്നായി. അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് ഒരു 1-2 കാര്യങ്ങൾ വന്നു പോയി പെട്ടെന്ന്. അപ്പൊ അതില് അതാണ് ചെറിയൊരു പരിഭ്രമം ഉണ്ട് എനിക്ക്. അതുകൊണ്ട് നല്ല ഒഴുക്കിൽ പറയാൻ പറ്റുമെന്നൊരു സംശയം. അപ്പൊ എന്താ ഇല്ല തുടങ്ങട്ടെ മാഷേ? എല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും, നന്നായി പറയാൻ പറ്റും. ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാവുന്ന ഒരാളാണ് സിജി. ആയിക്കോട്ടെ, ഞാൻ പറയട്ടെ. ഇത്രയും നാളും വെച്ചാൽ നമ്മൾ വളരെയധികം പ്രിപ്പയർഡ് ആയിട്ടും പിന്നെ അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു. ഇത് പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ വന്നുപോയി. അപ്പൊ എൻ്റെ ഒരു ശ്രദ്ധ കുറച്ച് പെട്ടെന്ന് വിട്ടുപോയി. അതാണ്. കുഴപ്പമില്ല, ഞാൻ പറയാം മാഷേ. എന്തായാലും എത്രയൊക്കെ പറഞ്ഞാലും വളരെ പ്രിയപ്പെട്ട ഒരു പുസ്തകത്തിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു സന്തോഷം വേറെ തന്നെ ഇല്ല. വേറെ എന്ത് വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിനേക്കാളും താല്പര്യമാണ് നമുക്ക് ഒരു പുസ്തകത്തെ കുറിച്ച് സംസാരിക്കാം. പുസ്തക സ്നേഹികളുടെ ഒരു വലിയ സന്തോഷം തന്നെ അതാണ്, പുസ്തകത്തെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളത്. ഇവിടെ ആത്രേയകം എന്ന പുസ്തകം ഞാൻ നേരിട്ട് ഇതിലേക്ക് കടക്കാണ്. ക്ലിയർ ആവണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്ലിയർ ആണല്ലോ അല്ലേ? നല്ല ക്ലിയറാ, നല്ല ഓക്കെ. അപ്പോ ആത്രേയകം എന്ന പുസ്തകം നമ്മള് അതിന്റെ പരസ്യം ഇതിന്റെ കവറൊക്കെ കണ്ട് അതിനേക്കാളും മുമ്പ് തന്നെ നമുക്ക് രാജശ്രീയുടെ മുൻ നോവൽ വായിച്ചിട്ടുണ്ട്, കല്യാണിയുടെയും ദാക്ഷായണിയുടെയും കഥ. അത് തന്നെ ഒരു ആഖ്യാനത്തിൽ വളരെ വിസ്മയം സൃഷ്ടിച്ച ഒരു നോവലാണ്. അപ്പൊ അതിന്റെ എഴുത്തുകാരിയുടെ രണ്ടാമത്തെ പുസ്തകം എന്നുള്ളത് ഒരു വലിയ എക്സൈറ്റ്മെന്റ് ആണ്. അതിനുശേഷം പിന്നെ അതിന്റെ പ്രമേയം എന്താണെന്നുള്ളത് വായിച്ചവരുടെ ചെറിയ ചെറിയ കുറിപ്പുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായിരുന്നു അത് മഹാഭാരതമാണ്, ഇതിഹാസമാണ് അതിന്റെ പശ്ചാത്തലം എന്നുള്ളത്. അപ്പോ എന്നെ സംബന്ധിച്ച് എന്നെ ഏറ്റവും കൂടുതൽ കുട്ടിക്കാലം മുതൽ ആകർഷിച്ചിട്ടുള്ള ഒരു ഇതിഹാസമാണ് മഹാഭാരതം. മഹാഭാരതത്തെ കുറിച്ച് എവിടെ കണ്ടാലും കേട്ടാലും വായിക്കാനും അതിലെ പ്രതിവായനകളെ കേൾക്കാനും വളരെയധികം ഇഷ്ടമാണ്. ഞാൻ യൂട്യൂബിലൊക്കെ ആയാലും ഇളയിടത്തിന്റെ അതിലത്തെ പ്രഭാഷണങ്ങളൊക്കെ ഫോളോ ചെയ്യാറുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു സംഗതി ആണ് എന്നുള്ളത് ഒന്നുകൂടി എക്സൈറ്റഡ് ആക്കുന്ന ഒരു വസ്തുതയായിരുന്നു. ഞാൻ എങ്ങനെ പുസ്തകത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഞാൻ ആദ്യം പറയണത്. പുസ്തകത്തിന്റെ ഉള്ളറകളിലേക്കോ കഥയിലേക്കോ ഒന്നും കടക്കുന്നില്ല. പുസ്തകം എനിക്ക് എങ്ങനെ അനുഭവപ്പെട്ടു എന്നുള്ളതും മാത്രമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആത്രേയകം നമ്മുടെ കയ്യിൽ കിട്ടി. ആത്രേയകത്തിലെ ഏറ്റവും വലിയ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് അതിന്റെ പുറംചട്ട തന്നെയാണ്. എന്താണ് ആത്രേയകം എന്നുള്ളതിനെ ചിത്രീകരിച്ചിരിക്കുന്നതാണ് ആ കളറ്, ആ പച്ച കളറും മഞ്ഞ കളറും ആ വനത്തിന്റെ ഭയങ്കര ഒരു ഹരിതാഭ, അതൊരു എല്ലാം കൊണ്ടും ആ നോവൽ എന്താണ് എന്നുള്ളതിന്റെ ഒരു ചിഹ്നമാണ് എന്ന് പറയാൻ വേണമെങ്കിൽ ആ കവറിന്. അത് പിന്നെ മഹാഭാരതത്തിന്റെ ആ ഒരു നാന്ദി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ് അവിടെ. നാന്ദി, അതായത് ജനമേജയന്റെ യാഗം. മഹാഭാരതം പലപ്പോഴും നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു റിവേഴ്സ് ഗിയറിലാണ് പോണത്. ഒരു കാലത്ത് നിന്ന് അതിന്റെ പുറകിലേക്കുള്ള തലമുറകളിലേക്ക് കടന്നു പോകുന്ന ഒരു ആഖ്യാനാണല്ലോ മഹാഭാരതം. ജനമേജയന്റെ യാഗത്തിൽ നിന്നാണ് അവരുടെ പിതാമഹന്മാരായിട്ടുള്ള പാണ്ഡവരുടെ കഥ ഇതിൽ വിരിയുന്നതും നമ്മൾ അറിയുന്നതും. അപ്പോ ഇത് കുട്ടിക്കാലം മുതൽക്കേ നമ്മൾ കേട്ടിട്ടുള്ള കഥകളാണ്. അപ്പോ അമർ ചിത്രകഥകളായിട്ടും ചോപ്ര രാമായണങ്ങളൊക്കെ ആയിട്ടും നമ്മളുടെ മനസ്സിൽ രൂഢമൂലമായി കിടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെയൊക്കെ അതിലംഘിക്കുന്ന തരത്തിലുള്ള പ്രതിവായനകൾ പിന്നീട് വന്നപ്പോ അത് നമ്മളെ ഒരുപാട് വിസ്മയപ്പെടുത്തിയിട്ടുണ്ട്. MTയുടെ രണ്ടാം മൂഴവും അതൊക്കെ പഞ്ചപാണ്ഡവരുടെ പിതൃത്വത്തെയൊക്കെ
ചോദ്യം ചെയ്യുന്നതും നമ്മളെ മറ്റൊരു രീതിയിൽ ചിന്തിപ്പിക്കുന്നതുമായിട്ടുള്ള പ്രതിവായനകളാണ് അതൊക്കെ. അത് അങ്ങനെ തന്നെ നമ്മുടെ വീണ്ടും വീണ്ടും വായിക്കപ്പെടാനായിട്ട്, വീണ്ടും വീണ്ടും അറിയപ്പെടാനായിട്ട് മഹാഭാരതം എന്തൊക്കെയോ രഹസ്യങ്ങളും നിഗൂഢതകളും ഒളിച്ചു വെച്ചിട്ടുണ്ട് എന്നെപ്പോഴും തോന്നാറുണ്ട്. ഭാരത പര്യടനം, ഓരോ രംഗങ്ങളെ എടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ വിശകലനം, അങ്ങനെയൊക്കെ മഹാഭാരതം ഒരുപാട് എന്നെ സംബന്ധിച്ച് വളരെയധികം ആകർഷിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോ ഇതിന്റെ നാന്ദിയിലാണ് ഇത് തുടങ്ങുന്നത്. ജനമേജയന്റെ യാഗത്തില് സരമയുടെ ശാപം, സരമ എന്ന പട്ടിയുടെ ശാപം, അവിടെ നിന്ന് അവളുടെ ശാപം എന്ന് പറയുന്നത് ഭയങ്ങളാണ്. ഭയം ഉണ്ടാവട്ടെ എന്നാണ്. അവളുടെ കുഞ്ഞിനെ പരിക്കേൽപ്പിച്ച രാജാവിനും ബന്ധുക്കൾക്കും അവള് ശപിക്കുന്നത് എന്താന്ന് വെച്ചാല് അപ്രതീക്ഷിതമായ ഭയങ്ങൾ നിങ്ങളെ പിന്തുടരട്ടെ എന്നാണ് അതിന് അവളുടെ ശാപം. അതിനെ നിസ്സാരവൽക്കരിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ആ ശാപത്തിന്റെ ആഴമാണ് ശരിക്കും ഒരു മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ. ഭയം ആണ് നമ്മളുടെയൊക്കെ ഒരു സ്ഥായി വികാരം എന്ന് വേണമെങ്കിൽ. എന്തിനേയും ഭയം, നമ്മൾ നിഴല് പോലെ പിന്തുടരുന്ന ഭയം, അതാണ് നമ്മളെ പിന്തുടരാത്ത ഒരു ശാപമായിട്ട് അതിൽ ചിത്രീകരിക്കുന്നത്. പിന്നീട് നിരാമിത്രൻ, നമ്മള് മുഖ്യ കൃതിയിൽ, അതായത് മഹാഭാരതത്തില് നിരാമിത്രൻ എന്ന പേര് തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. നമ്മൾ കേട്ടിട്ടുള്ളത് അംബയുടെ കഥയാണ്. ശിഖണ്ഡി എങ്ങനെ ശിഖണ്ഡി ആയിട്ടുണ്ട് ഉള്ളത് എന്നുള്ള ആ ഒരു സംഭവമാണ് നമ്മൾ അംബയുടെ കഥയായിട്ട് കേട്ടിട്ടുള്ളത്. പക്ഷെ അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് വളരെ യുക്തിഭദ്രമായിട്ട് നിരാമിത്രൻ എന്ന രാജകുമാരന്റെ ഒരു അസ്തിത്വം അവിടെ വരച്ചു വെക്കുന്നുണ്ട് എഴുത്തുകാരി. അത് നമുക്കൊരു തരത്തിലും അതിന്റെ യുക്തിയെ ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അത്രമാത്രം ആ ഒരു അത്രയും അവർ അതിനെ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ ഒരു പുസ്തകം എഴുതാൻ വേണ്ടിയിട്ട്. കാരണം അത്രയും ഒരു പഴുതുമില്ല നമുക്ക് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ. അവർ അവതരിപ്പിക്കുന്ന സംഗതികളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു പഴുതു പോലും ഇല്ല. അതുപോലെ യുക്തിഭദ്രമായിട്ടാണ് ഓരോ കഥാപാത്രത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത്. നിരാമിത്രന്റെ വിവാഹം, നിരാമിത്രൻ പാഞ്ചാല രാജാവിന്റെ മകനാണ് അല്ലെങ്കിൽ മകളാണ്. പെൺകുട്ടിയായിട്ട് പിന്നെ ആൺകുട്ടിയായ രീതിയിൽ വളർത്തി എന്നൊക്കെയുള്ള പറയുന്ന ആ ഒരു ജന്മത്തിൽ രഹസ്യമാക്കി വെച്ചിരിക്കുന്ന കുറെ വസ്തുതകൾ, അതിനെക്കുറിച്ചിട്ടുള്ള ഊഹാപോഹങ്ങൾ. അപ്പൊ ശരിക്കും നിരാമിത്രൻ ആരാണ്, നിരാമിത്രനും വിശാഖയും തമ്മിലുള്ള ബന്ധം, വിശാഖ എന്ന എന്താ പറയണ്ടേ ആയിട്ടുള്ള ഒരു ബന്ധം, അതിനൊക്കെ വളരെ ഭംഗിയായിട്ട് അതിൽ ചിത്രീകരിക്കുന്നുണ്ട്. ആത്മബന്ധങ്ങളെ, ലിംഗഭേദങ്ങളില്ലാത്ത ആത്മബന്ധങ്ങളെ അതിൽ ചിത്രീകരിക്കുന്നുണ്ട്. പിന്നീട് വിവാഹമാണ്, നിരാമിത്രന്റെ വിവാഹം, അതിനെ തുടർന്നുണ്ടാകുന്ന കാര്യങ്ങള് എല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഒരുപാട് വായനകളിൽ ആത്രേയകത്തെ കുറിച്ചിട്ടുള്ള ചർച്ചകളിലും വായനകളിലും ഒരുപാട് വന്നത് ഒരു ലൈംഗിക ന്യൂനപക്ഷമായിട്ടുള്ള നിരാമിത്രൻ, ശിഖണ്ഡി എന്ന് വിളിച്ച്, ആണും പെണ്ണും കെട്ടവൻ എന്ന് വിളിച്ച് ആക്ഷേപിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു വ്യക്തിയെ കുറിച്ച് അവരുടെ വീക്ഷണകോണിൽ നിന്നിട്ടുള്ള ഒരു പഠനങ്ങളാണ് ഞാൻ ഏറെ കണ്ടത്. പക്ഷെ എന്നെ ആകർഷിച്ച ഒരു സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ സാഹിത്യം എങ്ങനെയാണ് വളച്ചൊടിക്കപ്പെടുന്നതും, എഴുത്തുകാരൻ എങ്ങനെയാണ് ഒരു കാലത്തിന്റെ ദാസൻ, മുണ്ടശ്ശേരി പറയുന്ന പോലെ കാലത്തിന്റെ ദാസനായിട്ട് മാറുന്നത് എന്നും വളരെ കൃത്യമായിട്ട് ആത്രേയകത്തില് പറയുന്നുണ്ട്. അതിന്റെ ആഖ്യാനം, അതിന്റെ പുതുമ എല്ലാം അത് കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് അധികാരവർഗം എഴുത്താളരെ സ്വാധീനിക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ടുള്ള പിണിയാളരായിട്ട് മാറ്റുന്നത് എങ്ങനെയാണ്, അവരെ സ്തുതിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളായിട്ട് എഴുത്തുകാരെ മാറ്റുന്നത്, എഴുത്തുകാർ ആർക്കൊപ്പം നിൽക്കണം എന്നുള്ളത്, ഇതൊക്കെ എല്ലാ കാലത്തും പ്രസക്തമായിട്ടുള്ള സംഗതികളാണ്. അതൊക്കെ വളരെ കൃത്യമായിട്ട് ആത്രേയകത്തില് ചർച്ച ചെയ്യുന്നുണ്ട്. ഈ നമ്മള് വ്യാസഭാരതത്തിലെ അതിൻ്റെ ആഖ്യാനങ്ങളാണ്, പുനരാഖ്യാനങ്ങളായിട്ടാണ് മഹാഭാരതം അറിയപ്പെടുന്നത്. വ്യാസന്റെ മഹാഭാരതം,
പിന്നെ വൈശമ്പായനിലൂടെ നമ്മൾ അറിയുന്നു, ഒരു യാഗത്തിൽ വെച്ച് അറിയുന്നു. അങ്ങനെ പോകുന്ന ആഖ്യാനം. പക്ഷേ വ്യാസന്റെ 4 ശിഷ്യന്മാരിൽ ഒരാളായിട്ടുള്ള ജൈമിനി കൂടി ഈ കഥ എഴുതിയിട്ടുണ്ട്, പുനരാഖ്യാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ജൈമിനിയുടെ മഹാഭാരതം വിസ്മരിക്കപ്പെട്ടു, വൈശമ്പായനന്റെ മഹാഭാരതം എല്ലാവരാലും സ്വീകരിക്കപ്പെട്ടു എന്നുള്ള ഒരു സംഗതി ആ പുസ്തകത്തിനെ വളരെ നവീനമായിട്ട് ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. എങ്ങനെ അധികാരം അത് ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ അധികാരമാകാം, അല്ലെങ്കിൽ ഭൂരിപക്ഷ ലൈംഗിക ഇതിന്റെ അധികാരമാകാം. അവരെ ന്യൂനപക്ഷങ്ങളെ എങ്ങനെയൊക്കെ കീഴടക്കുന്നു, അല്ലെങ്കിൽ അവരുടെ മേൽ എങ്ങനെ ആധിപത്യം നേടുന്നു എന്നുള്ള രാഷ്ട്രീയം കൃത്യമായിട്ട് രാജശ്രീ യാത്രയേകത്തില് ചേർത്ത് വെക്കുന്നുണ്ട്. അതാ എനിക്ക് എൻ്റെ മനസ്സിനെ ഏറ്റവും അധികം ഉലച്ചത് അത് തന്നെയാണ്. എന്താണ് നമ്മൾ ഇത്ര കാലം കേട്ടത്, അല്ലെങ്കിൽ ഇത് നമ്മൾ കേട്ട കഥകളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമോ എന്നുള്ള ഒരു ചോദ്യങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും ഈ പാണ്ഡവരുടെ പിതൃത്വമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ യുക്തിയെ ചോദ്യം ചെയ്യുന്നതാണ്. അപ്പൊ ഈ അയുക്തികമായ കാര്യങ്ങൾ കൂടുതൽ എല്ലാവരിലും എത്തുകയും സയുക്തികമാവേണ്ട കാര്യങ്ങൾ ആരിലും എത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ അതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലായിട്ടാണ് ആത്രേയകം എഴുതപ്പെട്ടിരിക്കുന്നത്. ഇതിഹാസത്തില് കാലം കലരാണ്. മുഖ്യധാര ഇതിഹാസത്തിൽ നിന്നും വ്യത്യസ്തമാകുന്ന പ്രതിവായനകളാണ് ഇതില്. 24,000 ശ്ലോകങ്ങൾ ഉണ്ടായിരുന്ന മഹാഭാരതം ഇന്ന് കാണുന്ന രീതിയിൽ ബൃഹത്താവുമ്പോൾ അവിടെ കാലം കലരുന്നുണ്ട്. പൊതുബോധങ്ങളെ സൃഷ്ടിക്കുകയും ന്യായീകരിക്കുകയും ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്ന അധികാരവർഗത്തിന്റെ ഭാഷ്യമാണ് നമ്മൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന ഇതിഹാസ പുരാണങ്ങൾ. പാണ്ഡവ പക്ഷത്തിന് നായകസ്ഥാനം ലഭിച്ചു. അപ്പൊ അത് ഭൂരിപക്ഷത്തിന്റെ ജയഗാഥയായിട്ട് തീർന്നു. അധികാരത്തിന്റെ കാൽച്ചുവട്ടിൽ വെച്ച് ചവിട്ടിയെരിക്കപ്പെട്ടു പോയ ഒരുപാട് കരച്ചിലുകളുണ്ട് പല വിഭാഗക്കാരുടെ. ആ സങ്കടങ്ങളാണ്. അതിനെ ഏറ്റുവാങ്ങുന്ന ഒരിടമാണ് ആത്രേയകം. ആത്രേയകം എന്ന് പറയുന്നത് ശരിക്കും നിരാമിത്രൻ എന്ന അതിലെ നായകന്റെ തന്നെ ഒരു പ്രതീകമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് 2 ഭരണാധികാരികൾ ഉണ്ടായിട്ടും തഴയപ്പെട്ട ദേശം, അങ്ങനെയാണ് ആത്രേയകത്തിനെ അതില് വിവരിക്കുന്നത്. പാഞ്ചാല രാജ്യവും അതുപോലെ തന്നെ ഹസ്തിനപുരിയും അതിർത്തി, അവരുടെ 2 പേരും ഒരുപോലെ അവകാശം ഉന്നയിക്കുന്ന ഒരു രാജ്യമാണ് ആത്രേയകം. പക്ഷെ അവിടെ അതിനെല്ലാവരും തഴയുക കൂടി ചെയ്യുകയാണ്. അവിടെ ആത്രേയകത്തിൽ നിന്നുള്ളവർ എന്ന് കേൾക്കുമ്പോൾ പ്രമാണിമാരായിട്ടുള്ള ആൾക്കാർക്ക് മുഖം ചുളിയാണ്. പക്ഷേ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സമയത്ത് എല്ലാ കാരുണ്യവും നൽകുന്നത് ആത്രേയകാണ്. അത്രയും ജൈവമായിട്ടുള്ള ഒരു പ്രകൃതിയുടെ ഒരു ഇടം, അതിനെ ആ ഒരു ഏറ്റവും നിർമ്മലമായിട്ടുള്ള പ്രകൃതിയെ അത് പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. പിന്നെ അതിലെ ഏറ്റവും കൂടുതൽ ജീവിതാനന്ദങ്ങളുടെ ഒരു നിരാസം അവിടെ മുഖ്യധാര പ്രമാണിത്വം, അധികാര വ്യവസ്ഥ കാണിക്കുന്നുണ്ട്. രതിയെ കുറിച്ച് അതിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. രതി ബ്രഹ്മാനന്ദ സഹോദരമായ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നതാണ്. പുരുഷാർത്ഥങ്ങളിൽ പ്രധാനമായ കാമത്തെ നിരാകരിക്കുന്നത് ആനന്ദത്തെയും അതുവഴിയുള്ള ബ്രഹ്മസാക്ഷാത്കാരത്തെയും നിരാകരിക്കലാണ്. ഈശ്വരനു നിശ്ചിത രൂപം ഇല്ലാത്തതുപോലെ രതിക്കും അതില്ല. ഓരോ ജീവിയും എന്തായാണോ സങ്കല്പിക്കുന്നത് അതായി അവരിലേക്ക് എത്തുന്നതാണ് രതി. ഇത്രയും സർഗാത്മകമായിട്ട് രതിയെ സങ്കല്പിക്കാനായിട്ട് ഈ പുസ്തകത്തില് സാധിച്ചിട്ടുണ്ട്. ജൈമിനി നൽകിയൊരു നിർവചനം എന്താണ് രതി എന്നുള്ളതിന്. ജൈമിനി നിർമ്മിച്ച മഹാഭാരതം അവസാനം ചുട്ടരിക്കപ്പെടുകയാണ്. പിന്നീട് അധികാരത്തിന്റെ പരാജിതന്റെ കഥയാണ് പരാജിതനായ നിരാമിത്രന്റെ കഥയാണ് ഈ ആത്രേയകം എന്നത് പറഞ്ഞ് ജൈമിനിയുടെ മഹാഭാരതത്തെ, ജയഗാഥയെ അവിടെ പിന്തള്ളുകയും ചുട്ടരിക്കപ്പെടുകയും ചെയ്യുകയും ഒപ്പം
അതിനോടൊപ്പം വൈശമ്പായനൻ എഴുതിയ അധികാരത്തെ പിന്താങ്ങുന്നവരുടെ ആ ഒരു ഗാഥ, ജയം എല്ലാവരും അംഗീകരിക്കപ്പെടുകയും സർവവ്യാപിയാവുകയും ചെയ്തു. പക്ഷേ അങ്ങനെ അടിച്ചമർത്തപ്പെട്ട് കിടന്നെങ്കിലും ഈ മഹാഭാരതത്തിൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന പ്രതിഭാശാലികളായിട്ടുള്ള എഴുത്തുകാർക്ക് അവിടെ കാണുന്ന അനീതികളെ കണ്ടെത്താനും അവയെ പുറത്തു കൊണ്ടുവരാനും അവിടെ അടിച്ചമർത്തപ്പെട്ടവരുടെ നേരിനെ കണ്ടെത്താനുമായിട്ട് സാധിക്കും എന്നുള്ളത് ആത്രേയകത്തിന്റെ അവസാനം നമുക്ക് ശുഭപ്രതീക്ഷ നൽകുകയാണ്. മഹാഭാരതത്തിന്റെ അവസാനം നടത്തുന്ന ഒരു കൂട്ടക്കൊലയുണ്ട്. അതിൽ പെട്ട എല്ലാവരും മരിക്കുന്നത് നമ്മൾ കാണാം അവസാനത്തെ ഭാഗത്ത്, മഹാഭാരത യുദ്ധത്തിന് ശേഷം. ഇവിടെ നിരാമിത്രൻ എന്ന ആ ഒരു കഥാപാത്രത്തിന്റെ ആണിനും പെണ്ണിനും ഒക്കെ ഇതിനപ്പുറം എല്ലാവരെയും സ്നേഹിക്കാനും ചരാചരങ്ങളെയും ഉൾക്കൊള്ളാനും കഴിയുന്ന ഒരു പ്രകൃതിയുടെ പ്രതീകമായിട്ട് തൻ്റെ മരിച്ചു പോകാൻ പോകുന്ന കുഞ്ഞുങ്ങളെ വാരി പിടിക്കുന്ന നിരാമിത്രനിലാണ് ആ നോവലിന്റെ യഥാർത്ഥ അവസാനം. അവിടെ നമുക്ക് എല്ലാത്തിനും മീതയായിട്ട് സർവചരാചരങ്ങളോടുള്ള സ്നേഹവും അവരുടെ ചേർത്ത് പിടിക്കുന്ന പ്രകൃതിയുടെ ആ ധന്യതയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നീട് ഇത്രയൊക്കെയാണ് അതില് 3 അധ്യായങ്ങളുണ്ട്. ഈ നിരാമിത്രന്റെ കഥയ്ക്കൊപ്പം അതില് പറയുന്ന 3 അധ്യായങ്ങളിലാണ് എഴുത്തുകാരുടെ ഒരു രാഷ്ട്രീയം, അല്ലെങ്കിൽ ഈ മഹാഭാരതത്തിന്റെ ഒരു രാഷ്ട്രീയം കിടക്കുന്നത് ഈ 3 അധ്യായങ്ങളിലാണ്. വ്യാസശിഷ്യന്മാരായിട്ടുള്ള ജൈമിനിയും വൈശമ്പായനനും തമ്മിലുള്ള ആ ഒരു സംഘർഷം, അധികാരത്തിനൊപ്പം നിൽക്കുന്നവരും അതിനെ എതിർക്കുന്നവരും സത്യത്തെ അംഗീകരിക്കുന്നവരുമായിട്ടുള്ള 2 പേര്. അതില് അധികാരത്തിനൊപ്പം നിൽക്കുന്നവര് കാലത്തില് തെളിഞ്ഞു വരുന്നുവെങ്കിലും മറ്റേത് മറച്ചു പിടിക്കുന്നുവെങ്കിലും അത് അവസാനം എഴുത്തുകാരുടെ പ്രതിഭയിൽ അത് തെളിഞ്ഞു വന്ന് വീണ്ടും അത് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. വളരെ അധികം നമ്മളെ അസ്വസ്ഥമാക്കുകയും ഈ നിരാമിത്രന്റെ ജീവിതം വളരെയധികം നമ്മളെ വേദനിപ്പിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അവിടെ നിന്നൊക്കെ അദ്ദേഹത്തിന്റെ ഒരു വളർച്ച, കഥാപാത്രത്തിന്റെ ഒരു വളർച്ചയുണ്ട്. സർവ്വം സഹിക്കുന്ന, എല്ലാത്തിനെയും വിനീത വിധേയനാകുകയും സങ്കടപ്പെടുകയും ചെയ്യുന്ന നിരാമിത്രനിൽ നിന്ന് ഇതിന്റെ നോവലിന്റെ അവസാനം എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ ഒരു വളർച്ച, എല്ലാ കുതന്ത്രങ്ങൾക്കും സാക്ഷിയാകേണ്ടി വരുന്ന ഒരു കഥാപാത്രമായിട്ട്, ഒന്നിനെയും എതിർക്കാൻ പറ്റാതെ എല്ലാത്തിനും സാക്ഷിയായിട്ട് നിൽക്കേണ്ടി വരുന്ന ഒരു കഥാപാത്രമായിട്ട് നമുക്ക്, പക്ഷെ അതിനൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആ പരാജിതനായിട്ടുള്ള ഒരു നായകന്റെ സർവ വ്യക്തിത്വവും അദ്ദേഹത്തില് തെളിഞ്ഞു കാണുന്നുണ്ട്. അപ്പോ ഇത് ഒരുപാട് വായിക്കപ്പെട്ടിട്ടുണ്ട്, പലതരത്തില് പല വീക്ഷണകോണുകളിൽ നിന്നുകൊണ്ട് ഇത് വായിക്കപ്പെട്ടിട്ടുണ്ട്. എന്നെ ആകർഷിച്ച ഒരു ബിന്ദുവിൽ നിന്നാണ് ഞാൻ ഇത് എഴുതിയതും ഇത് പറയാൻ ശ്രമിച്ചതും. എഴുതുമ്പോൾ കുറച്ചുകൂടി എനിക്ക് സാധിച്ചിട്ടുണ്ട്, പറയാൻ ശ്രമിച്ചതിൽ എത്രത്തോളം വന്നു എന്ന് എനിക്കറിയില്ല. എങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു ലെയർ എടുത്തിട്ടാണ് ഞാൻ സംസാരിച്ചത്. ഇതിന്റെ മുഴുവൻ ഭാഗങ്ങളും വായിച്ച് ആസ്വദിക്കേണ്ട ഒരു നോവലായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ഒരുപാട് ഇത് വായിക്കപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പേരുടെ കയ്യിൽ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് തന്നെ വലിയ സന്തോഷമാണ്, ഒരുപാട് പേര് വായിച്ചു എന്നുള്ളത്. അപ്പോ ഇനിയും ഇത് വായിക്കപ്പെടട്ടെ, ഒരുപാട് പഠനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം ഈ പുസ്തകത്തെ കുറിച്ച് പറയാൻ സാധിച്ചതിൽ സന്തോഷം അറിയിക്കുകയാണ്. എന്തൊക്കെയോ പറഞ്ഞു എന്നേ ഉള്ളൂ, എനിക്ക് കുറെ കാര്യങ്ങൾ ഞാൻ മനസ്സിൽ വിചാരിച്ചതൊന്നും വന്നിട്ടില്ല. എന്നാലും ഞാൻ ഇത്രയും നേരം നിങ്ങൾ ഇത് കേട്ടതിന് എൻ്റെ സ്നേഹം അറിയിക്കുന്നു. ഓക്കെ മാഷ്. ഹലോ. ഹലോ.
ടീച്ചറെ മാഷേ കേട്ടു. ആ ഓക്കെ ഞാൻ മാഷേ ഇത് രാജശ്രീ ടീച്ചർ കയറിയിട്ടില്ല, ഞാൻ അതാ നോക്കണ്ടായിരുന്നു. ടീച്ചർ അവിടെ അതെ മഴയുടെ ഒരു പ്രശ്നം പറഞ്ഞിട്ട് നല്ല അതെ രീതിയിൽ അതെ അവതരിപ്പിച്ചു. വളരെ വലുപ്പമുള്ളൊരു ആശയങ്ങൾ നിറഞ്ഞൊരു നോവലിനെ ചുരുക്കി പറഞ്ഞു. അതെ ഇത് നമുക്ക് ഒരുപാട് വിശദീകരിക്കാൻ സാധിക്കാത്ത ഒരു കുറച്ചുകൂടി സങ്കീർണമാണ് അത്. നമുക്ക് മറ്റൊരു നോവലിൽ പറയുന്ന പോലെയല്ല, അത് വായിച്ച് നമുക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ എത്തപ്പെടും. ഈ നോവൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ വിശദീകരിക്കുന്നതിനേക്കാളും കൂടുതൽ വായിക്കേണ്ട ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സിജി ടീച്ചറുടെ അവതരണം നമ്മൾ എല്ലാവരും കേട്ടു. അതിനുശേഷം ഇനി അടുത്തതായി പുസ്തക ചർച്ചയാണ്. ഈ പുസ്തകത്തിനെ കുറിച്ചിട്ട് വായനാനുഭവങ്ങൾ പങ്കുവെക്കാനുള്ളവർക്കും അതുപോലെ തന്നെ സംശയങ്ങളൊക്കെ ചോദിക്കാനുള്ളവർക്കും മിസ്സിനോട് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. പ്രിൻസിപ്പൽ ഒന്നും ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മിസ്സേ, പറഞ്ഞു. ഓക്കെ, എല്ലാവർക്കും വായനാ ദിനാശംസകൾ നേരുകയാണ്. തുടക്കം മുതലേ ഞാൻ കേട്ടിരുന്നു. സിജി ടീച്ചർ, നമ്മുടെ കൂടെ പൂർവ്വ വിദ്യാർത്ഥിനിയായ സിജി ടീച്ചറുടെ അവതരണം വളരെ ഇഷ്ടപ്പെട്ടു. വളരെ സന്തോഷം. ടീച്ചർ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ആ പുസ്തകം അവതരിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും സന്തോഷത്തോടു കൂടി പ്രോഗ്രാമിൽ വരുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷം. ഈ ഒരു പ്രോഗ്രാം നമ്മുടെ ഇടയിൽ എല്ലാവരുടെയും, നമ്മുടെ കോളേജിലും നമ്മുടെ എന്താ പറയുക, അധികം എല്ലാവരിലും വായനയുടെ ഒരു സംസ്കാരം വളർത്തുന്ന ഒരു പ്രോഗ്രാമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൽ ലിറ്റററി ക്ലബ് എടുക്കുന്നതും റീഡേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ടീച്ചറുടെയും അതിലംഗങ്ങളുടെയും പങ്ക് എടുത്തു പറയാവുന്ന ഒന്ന് തന്നെയാണ്. ഇതിനിയും അനുസ്യൂതം തുടരട്ടെ. നല്ല നല്ല പുസ്തകങ്ങൾ നമുക്ക് എല്ലാവർക്കും കേൾക്കുവാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ പുസ്തകത്തിന്റെ ഒരു ഏകദേശ രൂപം സിജി ടീച്ചറുടെ ഒരു അവതരണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. എഴുത്തുകാർക്ക് സൂക്ഷ്മമായി കിടക്കുന്ന പലതിനെയും പുറത്ത് കൊണ്ടുവരുവാൻ എഴുത്തുകാർക്ക് കഴിയും എന്ന് സിജി ടീച്ചറിന്റെ വാക്കുകളിലൂടെ മനസ്സിലായി. അത് വളരെ ശരിയാണെന്ന് തന്നെ തോന്നുന്നു. മഹാഭാരതത്തിൽ നമ്മൾ കേൾക്കാത്ത പല ചെറിയ ചെറിയ കാര്യങ്ങൾ, എവിടേക്ക് ഒളിഞ്ഞു കിടക്കുന്നവരുടെ വിഷമതകൾ ഒക്കെ പുറത്തേക്ക് കൊണ്ടുവന്ന് വലിയൊരു നോവലാക്കി മാറ്റി അത് ആളുകളുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുന്ന രീതിയിൽ അവതരിപ്പിക്കുവാനും സിജി ടീച്ചർക്ക് സാധിച്ചിട്ടുണ്ട്. പുസ്തകങ്ങളെ എങ്ങനെയാണ് ഒരു നോവൽ പുറത്തേക്ക് വരുന്നത്, വളരെ എങ്ങനെയാണ് ഒരു എഴുത്തുകാർ അതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഒക്കെ അതിൻ്റെ ഒരു സൗന്ദര്യമൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. ഒത്തിരി ഒത്തിരി സന്തോഷം. വായനയെ ഇഷ്ടപ്പെടുന്ന ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും വായനാ ദിന ആശംസകൾ നേരുകയാണ്. നിർത്തട്ടെ. താങ്ക് യു മിസ്. നമ്മുടെ ഒപ്പം ഇന്ന് എഴുത്തനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനായി നോവലിസ്റ്റ് ആർ രാജശ്രീ ടീച്ചർ ഈ വെബിനാറിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ടീച്ചറെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. 1977 ജൂലൈ 22 കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവിൽ ജനിച്ചു. ആനുകാലികങ്ങളിൽ കഥകളും ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നായികാ നിർമ്മിതി വഴിയും പൊരുടും, അപസർപ്പകാഖ്യാനങ്ങൾ, ഭാവനയും രാഷ്ട്രീയവും, കൃഷ്ണന് വേണ്ടിയുണ്ടായ പെണ്ണുങ്ങൾ എന്നിവയാണ് പ്രധാന പുസ്തകങ്ങൾ. കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥയ്ക്ക് 2021 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് മലയാള വിഭാഗം ഗവേഷണ കേന്ദ്രത്തിൽ അധ്യാപികയാണ്. എഴുത്തനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനായി ടീച്ചറെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഹലോ, കേൾക്കാമോ? കേൾക്കാൻ ടീച്ചറെ. ഹലോ,
എല്ലാവരോടും ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. ഇവിടെ അപ്രതീക്ഷിതമായിട്ടൊരു കറണ്ട് ഇല്ലായ്മ വന്നു. അപ്പൊ അതിനോടുകൂടി വൈഫൈ പണിമുടക്കി. ഇതിപ്പോ നമ്മുടെ പുതിയ തലമുറയുടെ ഹോട്ട്സ്പോട്ടിന്റെ മുകളിലാണ് ഇപ്പൊ ഉള്ളത്. അവരാണ് നമ്മളിപ്പം ഈ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. കറണ്ട് വരുന്ന മുറയ്ക്ക് നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഇതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരിക്കുന്നു. അപ്പം ഇതിന്റെ അവതരണം മിസ്സായതിൽ വല്ലാത്ത സങ്കടമുണ്ട്. കാരണം നമ്മൾ എഴുതിയ ഒരു വർക്കാണല്ലോ. അപ്പൊ അതിനെ കുറിച്ചിട്ട് കേൾക്കുക എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. പരമാവധി നോവലുമായി ബന്ധപ്പെട്ട ഡിസ്കഷനുകളിൽ ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും പങ്കെടുക്കാൻ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. മറ്റൊന്നുമല്ല, കാരണം മനുഷ്യർ അവരുടെ വളരെ പരിമിതമായിട്ടുള്ള സമയത്തിനകത്ത് നിന്നിട്ട് ഒരുപാട് തിരക്കുകളുള്ള മനുഷ്യരാണ്. അവര് ഒരു പുസ്തകം തിരഞ്ഞെടുക്കുന്നു, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ താല്പര്യപ്പെടുന്നു. അവര് വളരെ കുറച്ച് സമയം വെച്ച് എല്ലാവരും കൂടി കൂടിയിരുന്ന് അതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറയുന്നു. അതിൽ ഒരുപാട് വലിപ്പമുണ്ട്. അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അതിനൊരു മഹത്വം ഉണ്ട്. അതൊരു നിർബന്ധിതമായിട്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയല്ലത്. നമ്മൾ കേട്ടിട്ടുണ്ട് പലരും പറയുന്നത് വായിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, വായന ഒരു അത്യാവശ്യമായ കാര്യമല്ല എന്നൊക്കെ സമൂഹത്തിന്റെ പല നിലകളിലുള്ള ആൾക്കാർ പറയുന്നുണ്ട്. അപ്പൊ നമുക്കത് അവരുടെ അഭിപ്രായമായിട്ട് കണ്ടിട്ട് അതങ്ങനെ വിടാം. കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാൻ ഉള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ഇടയിൽ കൂടി ചിലര് വായിക്കുന്നുണ്ട്. നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും നമുക്കറിയാത്ത ആളാണെങ്കിൽ പോലും നമ്മളെ ഫോണിൽ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്തയക്കുകയോ ഒരു മെയിൽ അയക്കുകയോ ഒരു SMS അയക്കുകയോ ഒക്കെ ചെയ്തിട്ട് പ്രതികരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ടുള്ളൊരു സങ്കടം ഉള്ളത് ഈ മനുഷ്യരോട് മുഴുവനും അവർ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അവരൊരു മെസ്സേജ് അയക്കുന്ന സമയത്ത് അപ്പൊ തന്നെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റാറില്ല എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ ഈ വായനാ ദിനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പേര് വീഡിയോസ് വോയിസ് ക്ലിപ്പ് ഒക്കെ തരാമോ ചോദിക്കുന്നത് നമ്മളോടുള്ള ഒരു താല്പര്യത്തിന്റെ മുകളിലാണ്. നമ്മൾ എഴുതിയ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ഇഷ്ടം കൊണ്ടാണ് അവരത് ചോദിക്കുന്നത്. പലപ്പോഴും അത് സാധിച്ചു കൊടുക്കാൻ പറ്റാറില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എത്രയും കുറഞ്ഞൊരു സമയത്തിനകത്ത് നിന്നുകൊണ്ട് നമ്മുടെ മറ്റെല്ലാ തിരക്കുകളും മാറ്റി വെച്ചുകൊണ്ട് കുറച്ച് മനുഷ്യരിരുന്നത് ചർച്ച ചെയ്യുന്ന സമയത്ത് അതിന് അതിൻ്റെതായിട്ടുള്ള ഗൗരവം ഉണ്ട് എന്നാണ്. ഒരു കാലത്ത് നമ്മുടെ എഴുത്തും വായനയും ഒക്കെ മറ്റു ചില ശക്തികൾ എന്ന് തന്നെ പറയാം. അതായത് സാമൂഹികമായിട്ടുള്ളോ സാമ്പത്തികമായിട്ടുള്ളതോ ആയിട്ടുള്ള അധികാരം കൈയാളുന്ന ആൾക്കാർ അല്ലെങ്കിൽ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അന്ന് വിമർശകരെന്ന് പറഞ്ഞിരുന്നവര്, സാഹിത്യ ചരിത്ര രചയിതാക്കളൊക്കെയാണ് നിയന്ത്രിച്ചിരുന്നത്. നമ്മളൊരു പുസ്തകം എങ്ങനെ വായിക്കണം, ഒരു പുസ്തകം വായിക്കണോ അല്ലെങ്കിൽ അത് സ്വീകരിക്കണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത്തരം ചില കേന്ദ്രങ്ങളിൽ നിന്ന് തീരുമാനിക്കപ്പെട്ടിരുന്നു. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അത്തരത്തിലുള്ള അധികാര കേന്ദ്രങ്ങൾ മാറി. ഈ കാര്യത്തിൽ ഒരുതരം വികേന്ദ്രീകരണം സംഭവിച്ചു. ചെറിയ ചെറിയ തുരുത്തുകളായിട്ട് ആൾക്കാർ രൂപപ്പെട്ടു. ആ തുരുത്തുകൾക്കകത്ത് സ്വന്തമായിട്ടുള്ള നിയമവ്യവസ്ഥകൾ ഉണ്ടായി. അവരവരുടേതായിട്ടുള്ള പുസ്തകങ്ങൾ കണ്ടെത്തി, അവരുടേതായിട്ടുള്ള ശീലങ്ങൾ, വായനാ ശീലങ്ങൾ വികസിപ്പിച്ചെടുത്തു. അവരവരുടേതായിട്ടുള്ള എക്സ്പ്രഷൻസ് ഉണ്ടാക്കി. അതായത് ഒരു പുസ്തകത്തോട് എങ്ങനെ പ്രതികരിക്കണം. ഇപ്പൊ ഇന്ന് വായനാ ദിനാണ്. ഇന്ന് കോളേജിൽ ഞങ്ങൾ ഈ വിഷയം സംസാരിക്കുമ്പം കുട്ടികളാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ ഒരു പുസ്തകത്തെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് വായിക്കണം എന്ന് തോന്നുന്നത്, നിങ്ങൾക്ക് അത് എന്താണ് നിങ്ങളുടെ പ്രേരണ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവര് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കൊണ്ട് ഞങ്ങൾ ആരും ഒരു പുസ്തകം വായിക്കാറില്ല എന്ന് പറഞ്ഞ കുട്ടികളുണ്ട്. റീൽസ് കണ്ടിട്ട് ഇത് കൊള്ളാലോ എന്ന്, ഇത് വാങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങാറുണ്ട് എന്ന് പറഞ്ഞ കുട്ടികളുണ്ട്. വീക്കിലികളിൽ വരുന്ന പുസ്തകാവലോകനങ്ങൾ കണ്ടിട്ട് അത് വായിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ പല അഭിരുചിക്കാരായിട്ടുള്ള മനുഷ്യരാണ് ഉള്ളത്. അപ്പൊ ആ കൂട്ടത്തിൽ വെച്ച് എങ്ങനെയാവോ ഈ ഒരു പുസ്തകം തിരഞ്ഞെടുത്തു, അത് ചർച്ച ചെയ്തു എന്നുള്ളതിൽ എൻ്റെ ഒരു സന്തോഷം ആദ്യം തന്നെ അറിയിക്കുകയാണ് എല്ലാരോടും. ഇത് അവതരിപ്പിച്ചിട്ടുള്ള വ്യക്തിയോട് എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. തീർച്ചയായിട്ടും ഈ ഗ്രൂപ്പിൽ ഉള്ള ആൾക്കാർ ആരെങ്കിലും ആ ഒരു അവതരണത്തെ കുറിച്ച് ഒന്ന് രണ്ട് പേര് സംസാരിക്കുന്നത് ഞാൻ കേട്ടത് ജസ്റ്റ് കയറിയപ്പോൾ അവർ പറഞ്ഞു നിർത്തുകയായിരുന്നു. അത് നന്നായി എന്ന് ഞാൻ ഊഹിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു നോവലിന്റെ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട വളരെ കുറച്ച് കാര്യങ്ങൾ അത് എല്ലായിടത്തും പറയുന്നത് തന്നെ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ പലപ്പോഴും ഇപ്പൊ ആദ്യത്തെ നോവലായിട്ടുള്ള കല്യാണി എഴുതി കഴിഞ്ഞപ്പം അത് ഞാൻ എല്ലായിടത്തും പറഞ്ഞിരുന്നത് ഞാനത് 75 ദിവസം കൊണ്ട് എഴുതി കഴിഞ്ഞു എന്നാണ്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. 75 ദിവസം കൊണ്ടാണ് കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എഴുതി കഴിഞ്ഞത്. അത് 5.5 വർഷമായി ഇപ്പം വന്നിട്ട്. അത് പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ തന്നെ അതിന് ഒരുപാട് വായനകൾ FB ഉണ്ടായിട്ടുണ്ട്.
അതിനൊരുപാട് ലേഖനങ്ങൾ അതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള എന്താണ് അതിന്റെ നൃത്താവിഷ്കാരം ഉണ്ടായിട്ടുണ്ട്. പല തരത്തിലുള്ള ആൾക്കാർ ആ നോവലിനെ സമീപിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തു. അതിനാണ് നേരത്തെ പരാമർശിക്കപ്പെട്ട കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. അപ്പൊ പലപ്പോഴും ഇന്റർവ്യൂകളിലും ഇതുപോലുള്ള ഗൂഗിൾ മീറ്റുകളിലും ചർച്ചാ വേദികളിൽ, ഫിലിം അല്ല എന്താണ് സോറി ലിറ്ററേച്ചർ ഫെസ്റ്റിവൽസ് പോലത്തെ വേദികളിൽ ഒക്കെ അതിന്റെ പല വശങ്ങൾ ചർച്ചയായിട്ടുണ്ട്. അതിന്റെ ടൈറ്റിൽ മുതൽ അതിലെ കഥാപരിചരണം വരെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പലതവണ അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ അക്കാലത്തൊന്നും പലരും എനിക്ക് തോന്നുന്നത് ആ നോവലിനെ കുറിച്ച് കേട്ടിട്ടും ഇല്ല, അതപ്പോഴും കാണാത്തവരൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അവരൊക്കെ ഇപ്പൊ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ പോലെ വന്നിട്ട് ഇതെന്താ ഇതിന്റെ ടൈറ്റിൽ എങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് വെച്ചിട്ട് എനിക്ക് അക്ഷരം അറിയാൻ പാടില്ല എന്ന് വിധിക്കുന്നവരുണ്ട്. മലയാളം പ്രൊഫസറാണ്, പുസ്തകങ്ങൾ വായിക്കാറില്ല എന്ന് വിധിക്കുന്നവരൊക്കെ കണ്ടിട്ടുണ്ട്. അത് ആ പുസ്തകം ഉണ്ടാകുന്ന കാലത്ത് പലരും പല പുസ്തകങ്ങളും കണ്ടിട്ടില്ല. മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ പോലും അടിസ്ഥാനപരമായ ചില വിമർശന ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു വന്നിട്ടാണ് ഇപ്പോ 5 വർഷം മുമ്പുണ്ടായിട്ടുള്ള പുസ്തകത്തെ വിധിക്കുന്നത്. അതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്തരത്തിലുള്ള ചില നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട് ഏത് പുസ്തകത്തെ സമീപിക്കുമ്പോൾ മനുഷ്യർക്ക്. അതൊന്നും ഇല്ലാതെയാണ് ആൾക്കാര് വായിക്കാൻ നിൽക്കുന്നത്. സ്വയം പ്രഖ്യാപിത വിമർശകരെക്കാളും സ്വയം പ്രഖ്യാപിതരായിട്ടുള്ള നിരൂപകരെക്കാളും എന്തുകൊണ്ടും വിലയുള്ള ഇത്തരത്തിലുള്ള കൂട്ടായ്മകളോട്, അവരുടെ ആ പ്രവൃത്തിയോട്, അവരുടെ സംരംഭത്തോട്, ആ ഒരു അധ്വാനത്തോടുള്ള എല്ലാ തരത്തിലുള്ള ആദരവോടും കൂടിയിട്ടാണ് ഞാൻ ഈ സദസ്സിൽ സംസാരിക്കുന്നത്. അപ്പം ഈ നോവൽ 75 ദിവസം കൊണ്ട് എഴുതിയെന്ന് പറയപ്പെട്ട ഈ നോവലിനെ കുറിച്ച് പിന്നീട് സംസാരിക്കുന്ന സമയത്ത് ഞാനതൊന്ന് ആലോചിച്ചിട്ടുണ്ട്. ശരിക്കും 75 ദിവസം എന്ന് പറയുന്നത് ശരിയാണോ? 75 ദിവസമല്ല ശരിക്കും ആ ഒരു നോവലിന്റെ എന്താണ് അധ്വാനം. അത് മറ്റൊന്നാണ്. അതിന്റെ പണി 75 ദിവസം കൊണ്ട് നമ്മൾ സാങ്കേതികമായി തീർത്തിരിക്കാം. പക്ഷെ അതിനുപരിയായിട്ട് അത് ആ ഒരു കാലം, ഞാൻ ജീവിച്ചിട്ടുള്ള ആ ഒരു കാലത്തുള്ള, അല്ലെങ്കിൽ ഞാൻ ആർജിച്ചെടുത്തിട്ടുള്ള, നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതെല്ലാം കൂടി ചേർന്നിട്ടാണ് ആ നോവൽ ഉണ്ടാകുന്നത്. അപ്പൊ സത്യം പറഞ്ഞാൽ 75 ദിവസമല്ല, 2019 വരെയുള്ള ഒരു പക്ഷെ ഈ ജീവിതത്തെ ഉൾക്കൊള്ളാനും കാണാനും വിലയിരുത്താനും ഒക്കെ തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ പോട്ടെ കുട്ടിക്കാലം മുതൽ ഇവിടം വരെയുള്ള നമ്മുടെ ജീവിതത്തിന്റെ ഒരു ശേഷിപ്പാണ് ആ നോവൽ. അങ്ങനെ നോക്കുമ്പോൾ 75 ദിവസമല്ല, ആ എഴുതിയ ആളിന്റെ ഒരു അവിടം വരെയുള്ള ജന്മം, ഒരു പക്ഷെ അവിടം വരെയുള്ള ജീവിതം ആ നോവലിന് ഉണ്ടാകുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. അത് FB-യിൽ 75 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ അതിനെ ഭാഗങ്ങളാക്കി അവതരിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ കല്യാണിയുടെ എഴുത്ത് ടൈം എന്ന് പറയുന്നത് 75 ദിവസമാണ് എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ അങ്ങനെ പറഞ്ഞെങ്കിലും അത് അക്ഷരാർത്ഥത്തിൽ മാത്രമാണ് ശരി. ആശയാർത്ഥത്തിൽ അത് അങ്ങനെയല്ല. നമ്മുടെ ഒരു ഈട് മുഴുവൻ അതിനകത്തുണ്ട്. അപ്പൊ ആത്രേയത്തെ സംബന്ധിച്ചിടത്തോളം കല്യാണി തുടങ്ങുന്നതിന് മുമ്പേ തുടങ്ങിയിട്ടുള്ള നോവലാണ്. പക്ഷെ അന്ന് നമുക്കിത് എഴുതാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. അതായത് മലയാള സാഹിത്യത്തിൽ പുതുതായിട്ട് ഒരാൾ വന്ന് എഴുതി വിജയിക്കുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു മധ്യവർഗക്കാരിയായിട്ടുള്ള സ്ത്രീയെ, വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പരിധിവരെ അസാധ്യം തന്നെയാണ്. കാരണം നമ്മൾ മാറ്റിവെക്കും അത്. അങ്ങനെ മാറ്റിവെക്കപ്പെട്ട ഒരു എഴുത്ത് ജീവിതം കൂടിയാണ് എന്റേത്. ഞാൻ ചെറിയ പ്രായത്തിൽ എഴുതിക്കൊണ്ടിരുന്ന ആളാണ്. 20-23 വയസ്സ് വരെ വളരെ ലൈവായിട്ട് എഴുതിക്കൊണ്ടിരുന്ന ആളാണ്. പിന്നീട് അത് ഇല്ലാണ്ടാവുകയാണ് ചെയ്തത്. ഇല്ലാണ്ടാവുക മീൻസ് നമ്മൾ ജീവിതത്തിന്റെ മുൻഗണനകളിൽ അതില്ലാത്തത് കൊണ്ട് അത് മാറ്റിവെച്ചു. പക്ഷെ യാത്രേയകത്വം, ഈ യാത്രേയകത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ, അതായത് കല്യാണിക്ക് മുമ്പേ ഈ സംഗതി തുടങ്ങി വെക്കുന്ന സമയത്ത്, അത് നോവലായിട്ടൊന്നും അല്ല, കഥ പറച്ചിൽ എന്നുള്ള രീതിയിൽ വെറുതെ ഫേസ്ബുക്ക് ഒക്കെ ഉപയോഗിക്കുന്ന കാലം തന്നെയാണ്. പക്ഷെ ഫേസ്ബുക്കിൽ നോവൽ എഴുതുന്ന ഒന്നും അന്നേരം ചിന്തിച്ചിട്ടില്ല. അക്കാലത്ത് 2017 കാലത്തൊക്കെ, 2017 ഞങ്ങളുടെ സഹപ്രവർത്തകനും സുഹൃത്തും സഹപാഠിയുമായിട്ടുള്ള കഥാകൃത്ത് അന്തരിച്ചു പോയ KV സുധാകരൻ, അദ്ദേഹം ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാണ്, ഞങ്ങൾ ഒന്നിച്ച് എഴുത്തിൽ ഉണ്ടായവരാണ്. ആ കാലത്ത് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് എഴുത്ത് നിർത്തുന്നത്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്. പത്രപ്രവർത്തകനായിട്ടൊക്കെ പോയി. നമ്മൾ ഇപ്പുറത്തോട്ട് ജീവിതത്തിന്റെ വേറൊരു വഴിയിലേക്കും തിരിഞ്ഞു. അപ്പം ഞങ്ങൾ രണ്ടുപേരും യാദൃച്ഛികമായിട്ട് ബ്രണ്ണൻ കോളേജിൽ ജോലിക്ക് എത്തിപ്പെടുന്നുണ്ട്. അപ്പൊ ഞാൻ ട്രാൻസ്ഫർ ആയിട്ട് വരുന്ന സമയത്ത് കാണുന്നത് സുധാകരൻ മാഷ് വളരെ സീരിയസ് ആയിട്ട് എഴുത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്നതാണ്. ധാരാളം വായിക്കുകയും കഥകൾ ആ തരത്തിൽ ഡിസ്കസ് ചെയ്യുകയും ഒക്കെ ചെയ്ത് പുതിയ തലമുറയുടെ ഒരു ഭാവുകത്വം എന്താണ്, പുതിയ എഴുത്തിന്റെ രീതി എന്താണെന്നൊക്കെ, ഒരു സാഹിത്യാധ്യാപകനാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ചർച്ച ഉണ്ടാവും.
അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണെങ്കിൽ പുള്ളി ചോദിക്കുന്നല്ല, നമ്മളൊക്കെ ഒരു കാലത്ത് എഴുതിക്കൊണ്ടിരുന്ന മനുഷ്യരാണ്, നമുക്കത് തുടർന്ന് വരുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മൾ എഴുതുന്ന കാലത്ത് ഇത്രയും വാരികകളില്ല, ഇത്രയും പ്രസിദ്ധീകരണ മാധ്യമങ്ങളില്ല. കൂടി അന്നൊരു 4-5 ആഴ്ച പതിപ്പുകൾ, 3-4 ആഴ്ച പതിപ്പുകളേ ഉള്ളൂ. ഫേസ്ബുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഇപ്പൊ നമുക്കത് തുടരാവുന്നല്ലേ ഉള്ളൂ, സാധ്യതകൾ ഉണ്ടല്ലോ. സെൽഫ് പബ്ലിഷിംഗ് എന്ന് പറയുന്നൊരു സംഗതി തന്നെയുണ്ട്. അപ്പം എഴുതിയാൽ ആര് പ്രസിദ്ധീകരിക്കും എന്ന് പറയുന്ന കൺഫ്യൂഷൻ ഒന്നുമില്ല. അപ്പൊ പുള്ളി വളരെ ആത്മവിശ്വാസത്തോടുകൂടി എഴുത്തിലേക്ക് തിരിച്ചു വന്നു. നോവലിസ്റ്റ്, ഇപ്പം പ്രശസ്ത നോവലിസ്റ്റ് ഡോക്ടർ ജിസ ജോസ് എന്ന് ബ്രിട്ടനിലുണ്ട്. അപ്പൊ പുള്ളിക്കാരിയും ഇതേപോലെ എഴുത്തിനെ കുറിച്ച് പുനരാലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, തിരിച്ചു വരുന്ന കാര്യം ആലോചിക്കുന്നുണ്ട്. ആ കാലം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു ട്രാൻസ്മിഷൻ പീരീഡ് ആയിരുന്നു അതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് പേര് എഴുത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ ആ കൂട്ടത്തിൽ ഞാൻ അന്നേരവും ഈ ഒരു സാധ്യതയെ കുറിച്ച് ആലോചിക്കുന്നില്ല. ഞാൻ ഇവരുടെ ഈ ശ്രമങ്ങൾ വളരെ കൗതുകത്തോടുകൂടി കാണുകയായിരുന്നു. അതിനിടയ്ക്ക് നമ്മളിങ്ങനെ ഓരോന്ന് എഴുതി നോക്കുന്നുണ്ട്. അതൊക്കെ അത്ര എനിക്ക് തോന്നുന്നില്ല അതൊന്നും നമുക്കൊരു പുതിയ ഭാവുകത്വമുള്ള ഒരു കാലത്ത് അവതരിപ്പിക്കാൻ പറ്റുന്നതാണ് തോന്നാത്തതുകൊണ്ട്. അതിലൊരു ആത്മവിശ്വാസത്തിന്റെ പ്രശ്നമുണ്ട്, അതിപ്പോഴും ഉണ്ട് എന്റെ തലമുറയ്ക്ക്. എന്റെ പ്രായത്തിലുള്ള ആൾക്കാർക്ക് അത് ഏകദേശം ഊഹിക്കാൻ പറ്റും. ആത്മവിശ്വാസം കുറഞ്ഞൊരു തലമുറയാണ് ഞങ്ങളുടേത്. അതായത് ഞങ്ങളുടെ രക്ഷിതാക്കളെ ഞങ്ങൾക്ക് അനുസരിക്കണം, ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് അനുസരിക്കണം. അത്തരത്തിലൊരു ഒരു പരിണാമഘട്ടത്തിലുള്ള ഒരു തലമുറയാണ് കേരളത്തിലെ ഈ ഒരു ഏജ് റേഞ്ചിലുള്ള ആൾക്കാർ. അതായത് പുരോഗമിക്കുകയും വേണം, പുരോഗമിക്കാനും വയ്യ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വിഭാഗമാണ്. അപ്പം ആ ഒരു സംശയാലിത്വം ഞങ്ങളുടെ എല്ലാ നീക്കങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ എഴുത്തിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റേത് സാംസ്കാരിക പ്രവർത്തനത്തിലാണെങ്കിലും ശരിയാണോ, ഇപ്പൊ ശരി തന്നെയോ അണ്ണ എന്ന് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കുന്ന ആ ഒരു സ്വഭാവം ഞങ്ങളുടെ തലമുറയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് 100% പുതിയ തലമുറ എഴുത്തിലേക്ക് ഇറങ്ങുന്നത് പോലെ, അതായത് കൈമുതലായിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും, ഒരു റിപ്പോസിറ്ററി അവരുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും അവർ ധൈര്യമായിട്ട് എഴുത്തിലേക്ക് വരും. അവർ സ്വയം എക്സ്പ്രസ് ചെയ്യും. അവരുടെ ആ എതിരഭിപ്രായങ്ങളെ അവർ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതൊക്കെ ഒരു പുതിയ തലമുറയുടെ ഒരു സവിശേഷതയാണ്. അപ്പം അതേപോലെ ആയി തീരുക എന്നുള്ളതല്ല, പക്ഷെ അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക എന്നുള്ളത് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത്, അപ്പൊ എങ്ങനെയാണ് ഒരു പഴയ തലമുറ എന്ന് പറഞ്ഞുകൂടാ, നമുക്ക് ശേഷം വന്നൊരു തലമുറയിൽ നിന്ന് നമ്മൾ എന്താ ആർജിക്കുന്നു എന്നുള്ളൊരു ചോദ്യത്തിന്റെ ഉത്തരം കൂടിയാണത്. അത് അവരെ തള്ളിക്കളയല്ല, അവര് നമ്മൾ വിചാരിക്കുന്ന പോലെ ജീവിതത്തെ നേരിടുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അവരും ജീവിതത്തെ നേരിടുന്നുണ്ട്. അപ്പൊ എഴുത്തിലും അത് അത്തരത്തിൽ തന്നെ ഒരു ഭാവുകത്വം ഉണ്ടാക്കിയിട്ടുണ്ട്. എഴുത്തിനെ ശ്രദ്ധിക്കുന്നവർക്കത് മനസ്സിലാവും. അപ്പോ അങ്ങനെയൊക്കെ ശ്രമിക്കുന്ന കഥകൾ എഴുതി നോക്കുകയാണ്. പണ്ട് കഥകൾ എഴുതിയിട്ടുണ്ടല്ലോ, അപ്പൊ ആ ഒരു ധൈര്യത്തിൽ ഇങ്ങനെ എഴുതി നോക്കുകയാണ്. പ്രസിദ്ധീകരിച്ച് 1-2 ഗാനം പ്രസിദ്ധീകരിക്കുകയും ചെയ്തെന്ന് തോന്നുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരമാണ് ഈ നോവലിന്റെ ഒരു ഐഡിയ മനസ്സിലേക്ക് വരുന്നത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ വർക്ക് ചെയ്യാണ് അന്നേരം. വീട്ടിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ യാത്രയാണ്, വൺ സൈഡ് ട്രെയിനിലാണ്. അപ്പൊ അത് നമ്മളിങ്ങനെ കാട് പ്രദേശത്തൂടെ പോവും. ട്രെയിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അലസ മനോസഞ്ചാരത്തിനുള്ള ഒരു അവസരം കൂടെ തരും. അപ്പം കാസർഗോഡ് ബൈക്കിലൊക്കെ കഴിയുന്ന സമയത്ത് നല്ല കാടുള്ള ഒരു പ്രദേശമുണ്ട്, ഒരു തുരങ്കമുണ്ട്. അതിനകത്ത് ട്രെയിൻ കയറുന്ന സമയത്ത് മൊത്തം ഇരുട്ടായിരിക്കും. അപ്പൊ അങ്ങനെ ആ ഒരു ഭൂപ്രകൃതി, അതിങ്ങനെ ദൂരേക്ക് പോകുന്ന ഒരു ഭൂപ്രകൃതി. അപ്പം ഈ തിരക്ക് പിടിച്ച ഓട്ടം, ജോലിയുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങള്, വീട്ടിലെ ബാധ്യതകള്, പോക്കുവരവാണ്. അപ്പം അതുണ്ടാക്കുന്ന ടെൻഷൻസ് ഒക്കെ വരുമ്പം സ്വാഭാവികമായിട്ടും ജീവിതത്തിലുള്ള ചില സംഘർഷങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും ശാന്തിയുടെ ഒരു തുരുത്തിലേക്ക് ഒളിച്ചോടുക, സ്വാസ്ഥ്യത്തിൻ്റെതായിട്ടുള്ള ഒരു തുരുത്ത് നിർമ്മിക്കുക എന്നൊക്കെ തോന്നും. വളരെ സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്ന കാര്യമാണ്. അപ്പൊ അത്തരത്തിലുള്ളൊരു അവസ്ഥയുടെയും കൂടി സൃഷ്ടിയാണ് ആത്രേയകം. അത് അങ്ങനെ ഒരു ഭൂവിഭാഗത്തെയാണ് ആദ്യം വിഭാവന ചെയ്തത്. അതായത് നമ്മൾ റിപ്പബ്ലിക് ഉണ്ടാക്കുമല്ലോ, ആ റിപ്പബ്ലിക്കിൽ ആരൊക്കെ വേണം എന്ന് നമുക്ക് തീരുമാനിക്കാം. എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അവരുണ്ടാക്കുന്ന റിപ്പബ്ലിക്കിൽ ആര് വേണം. അപ്പൊ ആത്രേയകം എന്നൊരു ഭൂമിയിൽ ആരൊക്കെയാണ് ജീവിക്കാൻ യോഗ്യർ എന്നാണ്. വലിച്ചെറിയപ്പെടുന്നവർ എന്ന നോവലിൽ എഴുതിയെങ്കിലും അതിനകത്ത് അതിജീവിച്ചു പോവാൻ മനുഷ്യർ ചിന്തിക്കുന്നതിനേക്കാൾ ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്ന ആൾക്കാർക്കേ സാധിക്കുള്ളൂ. അപ്പൊ അവിടെ എത്തിച്ചേരുന്ന മനുഷ്യർ ആരൊക്കെ ആവണം എന്ന് നമ്മുടെ സമൂഹം ലക്ഷണയുക്തർ എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും വിജയികളാവണം എന്ന് വിചാരിക്കുന്ന ആ ഒരു ഏബിളിസ്റ്റ് സമൂഹമുണ്ട്. ആ ഒരു സമൂഹം അല്ലാത്ത ആൾക്കാരാണത്. ഈ പരാജയങ്ങളെ ഭയപ്പെടാത്ത, നഷ്ടങ്ങളെ ഭയപ്പെടാത്ത, മരണത്തെ ഭയപ്പെടാത്ത, രോഗത്തെ ഭയപ്പെടാത്ത, ഒന്നിനെയും ഭയമില്ലാത്ത. അതുകൊണ്ട് തന്നെ മരണത്തെയും നഷ്ടങ്ങളെയും പരാജയങ്ങളെയും ഭയമില്ലെങ്കിൽ, പരാജയപ്പെടാൻ തയ്യാറാണെങ്കിൽ പിന്നെ ഭയത്തിന്റെ കാര്യമില്ല. അവർക്ക് ശത്രുക്കളും ഉണ്ടാവില്ല. നിരമിത്രൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ശത്രുക്കളില്ലാത്തവൻ എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ മനുഷ്യര് ആ ഭൂവിഭാഗത്തില് അധിവസിക്കാൻ വരുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ മുഖ്യദേശീയത, ഉപദേശീയതകളോട് നടത്തുന്ന ഒരു ബലപ്രയോഗമുണ്ട്. അതായത് അവര് ഇതിനോട് സമരസപ്പെട്ടില്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ
ആ ഒരു മുഖ്യധാര ആശയത്തോട് ചേർത്ത് നിർത്താൻ ശ്രമിക്കും. ഒരു പ്രദേശത്തിനും അത് ഉൾക്കൊള്ളുന്ന ദേശത്തിൽ നിന്നും മോചനം സാധ്യമല്ല. അതിൻ്റെതായിട്ടുള്ള ഒരു മുഖ്യധാരയിൽ പുലർന്നു പോയേ പറ്റൂ. അതിന്റെ വിശ്വാസങ്ങളോടും അതിന്റെ ഭരണാധിപത്യത്തോടും അതിന്റെ പ്രത്യയശാസ്ത്രത്തോടും ഒക്കെ സ്വന്തം സ്വത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ചെറിയ ചെറിയ പ്രതിരോധങ്ങൾ തീർക്കാം എന്നല്ലാതെ ആത്യന്തികമായി എതിർത്ത് വിജയിക്കുക എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യമാണ്. അപ്പം അങ്ങനെ ഒരു ദേശം നിരന്തരം എതിർത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ പ്രത്യേകതകൾ കൊണ്ടും അവരുടെ രീതികളും അവരുടെ ജ്ഞാനം, ഇപ്പം ആത്രേയത്തിലാണെങ്കിൽ അത് വൈദ്യമാണ്, ആ ഒരു ജ്ഞാനം കൊണ്ട് അവർ എതിർത്ത് നിൽക്കുന്നത് സ്വാഭാവികമായിട്ട് അത് തകർക്കപ്പെടും. പൊതു താല്പര്യത്തിന് അനുസരിച്ച് അത് ചേർക്കപ്പെടും. വൈലോപ്പിള്ളിയൊക്കെ സഹ്യന്റെ മകനിൽ അത് മറ്റൊരു തരത്തിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളൊരു ഭൂവിഭാഗവും അങ്ങനെയുള്ള കുറെ മനുഷ്യരും അതിനകത്ത് പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിന് ഉപയോഗിക്കേണ്ട ഭാഷ അത് വലിയൊരു പ്രശ്നമാണ്. സാധാരണ ഇപ്പൊ നമ്മൾ പാഞ്ചാലിയുടെ കഥ, അല്ലെങ്കിൽ അർജുനന്റെ കഥ, അല്ലെങ്കിൽ സുഭദ്രയുടെ കഥ, ഇതൊക്കെ പറയാം. ഒരു കഥാപാത്രത്തിന്റെ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് ഒരു കഥാപാത്രത്തിന്റെ ജീവിത കഥ പറയാം. അതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുള്ള നോവലുകൾ കാണാം. പക്ഷെ ഒരു കഥാപാത്രത്തിന്റെ കഥ പറയുകയല്ല ഈ നോവലിന്റെ ലക്ഷ്യം എന്നത് എഴുതി തുടങ്ങുമ്പോഴേ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാണ്. അതുകൊണ്ടാണ് ആദ്യം തന്നെ ആത്രേയം എന്ന് പറയുന്നൊരു ദേശം ഉണ്ടാകുന്നത്. മനുഷ്യന്റെ കഥകൾ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അവിടെ ആത്യന്തികമായിട്ട് ഒരു മനുഷ്യന്റെ സങ്കടമല്ല, ആ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഒരുപാട് മനുഷ്യരുടെ സങ്കടങ്ങളാണ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളിൽ പെടുന്ന മനുഷ്യരുടെ ജീവിതമാണ് അതിൽ ആവിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഒരു കഥാപാത്രത്തെ മാത്രമായിട്ട് ഫോളോ ചെയ്യാത്തത്. പക്ഷെ ആ കഥാപാത്രത്തെ കൂടി മറ്റനേകം മനുഷ്യരെ നമുക്ക് പ്രതിഫലിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തായാലും ഏതെങ്കിലും ഒരു പുരാണ കഥാപാത്രത്തിന്റെ പേരിൽ നിൽക്കാതെ അത് മറ്റൊരു തരത്തിൽ ചെറിയ ചെറിയ ഉപപാതകളിലൂടെ ഓടിച്ച് രാജപാതയിലേക്ക് കയറ്റുന്ന രീതിയിലാണ് അതിന്റെ എഴുത്ത് സങ്കേതം ഉള്ളത്. ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. മഹാഭാരതത്തില് ശാഖോപചംക്രമണം എന്ന് പറയും. ഒരു കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ അവിടെ നിന്ന് മറ്റൊരു കഥയിലേക്ക് കയറി വേറൊരു കഥയിലേക്ക് കയറിയിട്ട് അങ്ങനെ പോവുന്നത്. അപ്പൊ അതേപോലെയാണ് ഏകദേശം അത് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് എളുപ്പമല്ല, കാരണം മഹാഭാരതം വലിയൊരു ടെക്സ്റ്റാണ്. പക്ഷെ അതിന്റെ ഒരു ആഖ്യാന രീതിയെ പിൻപറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യത്തെ നോവലിലും പിന്നെ ഫുൽമോനി എന്നും കോരുണ എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന് പറയുന്ന ആദ്യകാല നോവലിന്റെ പേരിനെ മയം ചെയ്തുകൊണ്ടാണ് ആദ്യത്തെ നോവലും വന്നിട്ടുള്ളത്. അതിന്റെ കാരണം അതിനകത്ത് ഉള്ളത് രണ്ടു തരം സ്ത്രീകളാണ്. ഒരു നല്ല സ്ത്രീയും ഒരു മോശം സ്ത്രീയും. എല്ലാ കാലവും സമൂഹം ഒരു നല്ല സ്ത്രീയെയും മോശം സ്ത്രീയെയും സൃഷ്ടിക്കാൻ ശ്രമിക്കാറുണ്ട്, നല്ലതും മോശവും. എന്നിട്ട് മോശത്തിനെ കാണിച്ച് തന്നിട്ട് നല്ലത് വേറെ കാണിച്ചു തരും, നല്ലതിന്റെ രീതിയിൽ ജീവിക്കണം എന്ന് പറയും. അതിന്റെ അപ്പുറത്ത് സ്ത്രീകൾ തമ്മിൽ ഒരു സാർവലൗകികവും സാർവജനീനവുമായ സാഹോദര്യം സാധ്യമാണ്. ഒരാൾക്ക് തുണയാവാൻ സാധിക്കും. അത്തരത്തിലൊരു സ്ത്രീയുടെ ഏറ്റവും ആന്തരികമായിട്ടുള്ള ബാധകളെ, വ്യഥകളെ, സങ്കടങ്ങളെയൊക്കെ തിരിച്ചറിയാനും അതിനെ മാറ്റിക്കളയാനും അവളെ ഒരുപക്ഷെ ആത്മവിശ്വാസത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ അവന് പിയർ ഗ്രൂപ്പ്, ഒരു വലിയ കൂട്ടം ഉണ്ടാവും. സൗഹൃദങ്ങളുടെ ഒരു വലിയ ഗ്രൂപ്പ്, ഒരു കളക്ഷൻ ഉണ്ടാവും അയാൾക്ക്. അയാളുടെ നാടൊന്നും അയാൾക്ക് നഷ്ടമാവുന്നില്ല. പക്ഷെ നാട് നഷ്ടപ്പെട്ട് സ്വന്തം ദേശമില്ലാതെ മറ്റൊരു സ്ഥലത്ത് ജീവിക്കേണ്ടി വരുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ സൗഹൃദങ്ങളും കൂടി ഉപേക്ഷിച്ചാണ് പോകുന്നത്. എല്ലാ ഘട്ടത്തിലും എവിടെയും വേരുകളില്ലാണ്ട് അവർക്ക് ചിലപ്പോൾ ജീവിക്കേണ്ടി വരും. അപ്പം അത്തരത്തിൽ സ്ത്രീ സൗഹാർദ്ദം എന്ന് പറയുന്ന ഒരു വിഷയത്തിലാണ് അത് ഊന്നിയത്. അപ്പൊ ആദ്യകാലത്തുണ്ടായ ആ നോവലിന്റെ കൺസെപ്റ്റിനെ മൊത്തത്തിൽ അട്ടിമറിച്ചുകൊണ്ടാണ് അതിന്റെ ടൈറ്റിൽ അങ്ങനെ ഇടുന്നത്. അപ്പോൾ അതേസമയം ആത്രേയത്തിലേക്ക് വരുമ്പോഴും ആ ഒരു ദേശം മതി. മഹാഭാരതത്തിൽ എവിടെ പരിധിയാലും അങ്ങനെ ഒരു ദേശത്തെ കാണുകയില്ല. ഒരുപാട് സ്ഥലനാമങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു പോകുമ്പോൾ കാമ്പല്യം, ദശാർണം, ആത്രേയം എന്നൊരു പേര് കാണും. അത് ആത്രേയകമാണോ എന്ന് ചോദിച്ചാൽ അല്ല, ആ പേര് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മഹാഭാരതത്തിൽ ഇങ്ങനെ ഒരു വൈദ്യഗ്രാമമോ ഇത്തരത്തിലൊരു എന്താണ് ആൾക്കാരെ ഉപേക്ഷിക്കുന്ന സ്ഥലമോ പാഞ്ചാലത്തിന്റെ ഹസ്തനപുരത്തിന്റെ അതിർത്തിയൊന്നല്ല ഇത്. അതൊരു പേര്, അത്രി മഹർഷി ആയുർവേദവുമായി ബന്ധപ്പെട്ട ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിനെ ഓർമ്മിപ്പിക്കത്ത രീതിയിൽ ചികിത്സ ഉള്ളത് കൊണ്ട്, ചികിത്സ പ്രതിപാദിക്കപ്പെടുന്നത് കൊണ്ട്, അത് തദ്ദേശീയ ജ്ഞാനം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനകത്ത് നിന്നുകൊണ്ടാണ് അത് ചെയ്തത്. അപ്പം ഇത് നോവലായിട്ട് വരാൻ വേണ്ടി കുറച്ച് കാലം എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഭാഷ എന്ന് നേരത്തെ പറഞ്ഞല്ലോ, ഇതിനകത്ത് പ്രധാനപ്പെട്ടത് ജെൻഡർ ഫ്ലൂയിഡിറ്റി ഉള്ള ഒരു കഥാപാത്രമാണ്. അപ്പം നമ്മുടെ ഭാഷയ്ക്ക് അതിൻ്റെ ഒരു മാനക സ്വഭാവത്തിന് അത് പുരുഷന്റെ ജ്ഞാനഭാഷയോട് ഒരുപാട് ബന്ധമുള്ള ഒന്നാണ്. അപ്പൊ അങ്ങനെ പുരുഷന്റേതായിട്ടുള്ള ഭാഷ, പുരുഷന്റേതായിട്ടുള്ള സൗന്ദര്യ ദർശനങ്ങൾ, പുരുഷന്റേതായിട്ടുള്ള ടൂളുകളൊക്കെയാണ് അതിനകത്ത് നമ്മുടെ ഭാഷയിലുള്ളത്. ഏത് ഭാഷയിലും അത് അങ്ങനെ തന്നെയായിരിക്കും. പാട്രിയാർക്കൽ വ്യവസ്ഥിതിയിലുള്ള ഏത് ഭാഷയിലും ഈ പാട്രിയാർക്കിയുടെ സൗന്ദര്യ മൂല്യങ്ങളും യുക്തിബോധങ്ങളും ബോധ്യങ്ങളുമാണ് ഉണ്ടാവുക. അതിനെ മാറ്റിമറിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല. ആഫ്രിക്കയിലൊക്കെ അത് അവർ ചെയ്തിട്ടുണ്ട്. അതായത് ഇംഗ്ലീഷിനെ സ്വന്തമാക്കിക്കൊണ്ട്
അവരുടേതായിട്ടുള്ള, അതായത് ആഫ്രിക്ക ജനതയുടെ ഒരു ആത്മാവിഷ്കാര മാധ്യമമായിട്ട് ഒരു ഇംഗ്ലീഷിനെ മാറ്റുന്നുണ്ട്. അധിനിവേശ ഭാഷയായ ഇംഗ്ലീഷിനെ അവർ എടുത്തിട്ട് അവരുടെ ഭാഷയാക്കി മാറ്റുന്നുണ്ട്. അതേപോലെ പുരുഷന്റേതായിട്ടുള്ള അല്ലെങ്കിൽ പാട്രിയാർക്കൽ വ്യവസ്ഥിതിയുടേതായിട്ടുള്ള വൈദിക സംസ്കാരത്തിൻ്റെതായിട്ടുള്ള ഭാഷയെ എടുത്തുകൊണ്ടാണ് ആ ലക്ഷണശാസ്ത്രങ്ങളുടെ ഒക്കെ അതിരളവുകൾക്ക് പുറത്തു നിൽക്കുന്ന മനുഷ്യരോട് ആ മനുഷ്യരുടെ കഥ നമ്മൾ പറയേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണ ഇത്തരം നോവലുകളിൽ കണ്ടുവരുന്ന ഭാഷയെ സമ്പൂർണ്ണമായിട്ട് ആശ്രയിക്കാൻ പറ്റില്ല. അതേസമയം ഇതിനൊരു മറുവശമുണ്ട്. മഹാഭാരതവുമായിട്ട് ഇതിനൊരു കണക്ഷൻ വരുന്നതുകൊണ്ട് നാട്ടുഭാഷയിലോ നമ്മുടെ ഏറ്റവും ലാളിത്യമുള്ള ഭാഷയിലോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആഖ്യാനത്തിൽ ഒരു കല്ലുകടി തോന്നും. അപ്പം ഇതൊരു വെല്ലുവിളിയായിരുന്നു അത്. ഈ രണ്ട് ധാരകളെയും സംയോജിപ്പിക്കുക എന്നുള്ളത്. ഇപ്പൊ ആരോ വിമർശനത്തിൽ എഴുതിയ പോലെ കൊട്ടാര ഭാഷ ഉപയോഗിച്ചു എന്ന് പറയുന്ന ഒരു വിമർശനം ഞാൻ കേട്ടു. പക്ഷെ ഈ ഭാഷയിലാണ് ഇതുപോലെ ഈ വിഷയത്തിലുള്ള ഒരു നോവൽ പറയാൻ പറ്റുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭാഷ ഇത്തരത്തിലാണ് നമ്മൾ സ്വീകരിക്കുന്ന പ്രമേയത്തിന് കണക്കായി മാറേണ്ടത്. അതിലെ കഥാപാത്രങ്ങളുടെ രീതികൾക്ക് കണക്കായിട്ട് എങ്ങനെ മാറണം, അവരുടെ പൊളിറ്റിക്സിനെ ഉദ്ദേശിക്കുന്ന പാർലമെന്ററി പൊളിറ്റിക്സ് അല്ല, അവരുടെ ഒരു ജീവിത ദർശനത്തിന് കണക്കായിട്ട് ഭാഷ എങ്ങനെ മാറി വരും എന്നുള്ളത് നോവലിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇളയും ചൂടകനും തമ്മിലുള്ള സംസാരത്തിൽ അവരുടെ വിജ്ഞാനത്തെ പുറം ലോകം അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്, അവരുടെ അറിവിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്, ഒരറിവിനെയും അവർ മോശമാണെന്ന് കാണാറില്ല എന്ന് പറയുന്നുണ്ട്, സംസ്കൃതത്തിന്റെ അറിവിനെയും പ്രാകൃതത്തിന്റെ അറിവിനെയും അവർ സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടേതൊരു അറിവിന്റെ ഭാഷ മാത്രമാണ്, അതൊരു മിക്സഡ് ആയിരിക്കും, സങ്കരഭാഷയായിരിക്കും. ബലൻ സഞ്ചാരിയായ മനുഷ്യൻ എപ്പോഴും അയാളുടെ ഭാഷകൾ കലങ്ങിക്കൊണ്ടേയിരിക്കും. രാജകൊട്ടാരത്തിൽ അധികാരത്തിന്റെ ഭാഷയാണ് ഉണ്ടാവുക. ഭാഷ ഉപയോഗിക്കാൻ കഴിയാത്ത ട്രാൻസ്ജെൻഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ഭാഷയിൽ ആധിപത്യമില്ലാത്ത ട്രാൻസ്ജെൻഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഭാഷ ഇല്ല, അത് അവരുണ്ടാക്കണം. അതിൽ ജ്ഞാനവ്യവസ്ഥയും മൂല്യങ്ങളും സൗന്ദര്യ ബിംബങ്ങളും അലങ്കാരങ്ങളും ഒക്കെ അവരുണ്ടാക്കണം. പുരുഷനോ സ്ത്രീയോ ആഞ്ഞു പറയുന്ന ഒരു തമാശ ഒരു ട്രാൻസ്ജെൻഡറിന് നിലവിലെ സാമൂഹ്യ സാഹചര്യത്തിൽ പറയാൻ പറ്റില്ല. അപ്പൊ അത്തരത്തിലുള്ള അവസ്ഥ വരുമ്പോൾ ഭാഷയിലുള്ളൊരു കലക്കം, ഭാഷയിലുള്ളൊരു സാങ്കര്യം ഒക്കെ പ്രധാനമാണ്. അപ്പം അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സംസ്കൃതവും, അതായത് ചില ഭാഗത്ത് സംസ്കൃതവും ചില ഭാഗത്ത് ദ്രാവിഡ ഭാഷയും കലർന്നിട്ടുള്ള ഒരു മിക്സ് ആണ് അതിനകത്ത്. ആത്രേയത്തിന്റെ ഭാഷ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചിലത് വലിയ വാക്യങ്ങളാണ്, സംസ്കൃത പദങ്ങൾ ചേർന്ന് കൂടി വന്നിട്ടുണ്ടാവും. ചില സ്ഥലത്ത് വളരെ ലളിതമായിട്ടുള്ള വാക്യങ്ങൾ വരും. അതായത് ആ ഒരു ഭാഷയില് പ്രധാന കഥാപാത്രത്തിന്റെയും അദ്ദേഹത്തിന് പ്രിയപ്പെട്ട മനുഷ്യരുടെയും ജെൻഡർ ഫ്ലൂയിഡിറ്റിയെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഷാ പരീക്ഷണം അതിനകത്ത് നടത്തിയിട്ടുണ്ട്. അത് ചില ആൾക്കാർ അത് സ്വീകരിച്ചിട്ടുണ്ട്, ചില ആൾക്കാർ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതായത് കൊട്ടാര ഭാഷ എന്ന് ചീത്ത പറഞ്ഞവരുണ്ട്, പിന്നെ അത് ലളിതമായ ഭാഷയിൽ എഴുതിയത് നോവലിന്റെ ഗരിമ കുറച്ചു എന്ന് പറഞ്ഞവരുണ്ട്. ഇപ്പൊ രണ്ടു തരം അഭിപ്രായങ്ങളും വന്നതുകൊണ്ട് അതിന്റെ അർത്ഥം നമ്മൾ ആ രണ്ടഭിപ്രായം പറഞ്ഞ ആൾക്കാരെ ചീത്ത വിളിക്കാന്നല്ല, ആ രണ്ട് അഭിപ്രായങ്ങളും കാണുമ്പോൾ സന്തോഷമാണ്. അതിന്റെ കാരണം ആ ഭാഷയുടെ കാര്യത്തിൽ, നോവല് എഴുതാൻ വേണ്ടി സ്വീകരിച്ച ഭാഷയുടെ കാര്യത്തിൽ നമ്മൾ എടുത്തിട്ടുള്ള എഫേർട്ട് അംഗീകരിക്കപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം. അത് നോട്ട് ചെയ്യപ്പെട്ടു എന്നാണ്, അത് എൻഗേജ് ചെയ്യപ്പെട്ടു എന്നാണ്. നല്ല വിമർശനങ്ങൾക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വരുന്ന വിമർശനങ്ങൾ, അസൂയ, കുശുമ്പ്, ഇത്യാദി സാധനങ്ങൾ, അതിനൊന്നും ഒട്ടും ക്ഷാമമുള്ള നാട്ടിലല്ല നമ്മൾ ജീവിക്കുന്നത്. പിന്നെ അറിവില്ലായ്മ കൊണ്ടുള്ള ചില സംഗതികളും അതൊക്കെ നമ്മൾ അതിനെ വിട്ടുകളയാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇത് എൻഗേജ് ചെയ്യാവുന്ന, അതായത് ഇത് കൊട്ടാര ഭാഷയിൽ എഴുതപ്പെട്ടൊരു സാധനമാണ്, അത് അങ്ങനെ എഴുതണ്ടായിരുന്നു, ആ നോവൽ അതുകൊണ്ട് പരാജയപ്പെട്ടു പോകുന്നു എന്നൊരാൾ എഴുതി കഴിഞ്ഞാൽ അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വിമർശനമാണ്, അതിനെ ഉൾക്കൊള്ളാൻ പറ്റും, അത് അറ്റൻഡ് ചെയ്യേണ്ടത്. കാരണം എന്താ വെച്ചാൽ അതിൽ ഇത്രയുള്ളതിന്റെ അർത്ഥം. അപ്പം ഇത് സാധാരണ പോലെ പറഞ്ഞു പോയാൽ മതിയോ, ഇതിനകത്ത് ഭാഷയ്ക്കകത്തൊരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയാലോ എന്ന് നമ്മൾ ആലോചിച്ചെടുത്ത് വെക്കുകയല്ലല്ലോ ചെയ്തേ, അത് പ്രയോഗിക്കുകയും ചെയ്തു, അത് ആൾക്കാർ കാണുകയും ചെയ്തു, അതിന്റെ അഭിപ്രായം ഒരു വിലയിരുത്തിയതാണ്. അപ്പൊ അതിനവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അത് പോസിറ്റീവായ വിമർശനമാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ രണ്ട് അഭിപ്രായങ്ങൾ വന്നപ്പോ തന്നെ ഈ ചെയ്ത പണി ഏകദേശം ആൾക്കാർ നോട്ട് ചെയ്തു എന്ന് മനസ്സിലായി ഭാഷയുമായി ബന്ധപ്പെട്ട. പൊതുവെ വിമർശനങ്ങൾ, നല്ല വിമർശനങ്ങളെ ഇത്തരത്തിലാണ് എൻ്റെ വ്യക്തിപരമായിട്ട് ഞാൻ സ്വീകരിക്കുന്നത്. അപ്പോ ഇതാണ് അതിന്റെ ഒരു ഭാഷയുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. പിന്നീട് നമ്മുടെ ഒരു വർത്തമാനകാല അവസ്ഥയുണ്ട് ജീവിതത്തിലെ, കാരണം നമ്മൾ വല്ലാതെ നിരീക്ഷണത്തിൽ പെട്ടിട്ടുള്ള മനുഷ്യരാണ്. അതിപ്പം ഭരണകൂടം നിരീക്ഷിക്കുന്നുണ്ട്, അല്ലാതെ തന്നെ ഇപ്പം നമ്മളൊരു സംഗതി മനസ്സിൽ വിചാരിച്ചിട്ട് ഫോൺ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ മനസ്സിൽ വിചാരിച്ചതുമായി ബന്ധപ്പെട്ടൊരു സംഗതി ആ ഫോണിൽ വരുന്നതാണ്. അപ്പൊ അങ്ങനെ ആർക്കും എവിടെ നിന്നും ഒളിച്ച് ആർക്കും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുക. സ്വകാര്യത എന്ന് പറയുന്ന ഒന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ജീവിതമാണ്. അപ്പം നിരന്തരം മോണിറ്റർ ചെയ്യപ്പെടുന്ന ഒരു ജനതയാണ്. ലോക ജനത മുഴുവൻ ഇപ്പൊ ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിന്
മറ്റു ചില പരിപ്രേക്ഷ്യങ്ങളും കൂടി ഉണ്ട്. അതായത് നമ്മൾ ജീവിക്കുന്ന ഒരു ഇടം, അല്ലെങ്കിൽ അതിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങള്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷൻസ്, വേഷം, ഭാഷ, ഭക്ഷണം, മതം, വിശ്വാസം തുടങ്ങിയ കാര്യങ്ങൾ, ഇതൊക്കെയും ഏത് തരത്തിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ സത്യത്തെ കുറിച്ചുള്ള ചില ഭാവനകള്. ഉദാഹരണത്തിന് AI വന്നതോട് കൂടിയിട്ട് സത്യം ഏത് മിഥ്യ ഏത് നമുക്കിപ്പം തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ട്. വളരെ വിശ്വസനീയമായ രീതിയിൽ മനുഷ്യർ പറ്റിക്കപ്പെടുന്നത് കാണാം. മാത്രല്ല നമുക്ക് നമ്മുടെ മാധ്യമങ്ങൾ തന്നെ ഒരുപക്ഷെ നമ്മുടെ മുന്നിൽ വന്നിട്ട് പച്ച നുണ പറയുന്നത് കാണാം. ഇത് ശരിയാണോ തെറ്റാണോ? ഉദാഹരണത്തിന് പാകിസ്ഥാൻ, ഇന്ത്യ അവിടെ സംഘർഷം ഉണ്ടായ സമയത്ത് കുറെ വിമാനത്താവളങ്ങൾ തകർന്ന ഒരു കഥ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിന്റെ ഡാറ്റയോ അതിന്റെ ഫാക്ടോ നമ്മൾ അന്വേഷിച്ചിട്ടില്ല. പിന്നീട് നമ്മൾ അറിയുകയാണ് അങ്ങനെ നല്ല വിമാനത്താവളങ്ങൾ മൊത്തം, ഇന്ത്യയിലെ വിമാനത്താവളങ്ങൾ മൊത്തം അടച്ചിട്ടൊന്നുമില്ല എന്നൊക്കെ നമ്മൾ പിന്നെയാണ് തിരിച്ചറിയുന്നത്. പക്ഷെ ആ ഒരു വാർത്ത കേൾക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഒന്ന് എൻഗേജ് ചെയ്ത് നിർത്താൻ പറ്റുന്ന തരത്തിൽ ആ വാർത്ത അന്നേരം പ്രവർത്തിച്ചിട്ടുണ്ട്, അത് സത്യമായാലും മിഥ്യയായാലും. അപ്പൊ ഇങ്ങനെ നമ്മളെ മുന്നിലേക്ക് വരുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഏതാണ് യാഥാർത്ഥ്യം, ഏതാണ് മിഥ്യാന്ന് അറിയാത്തൊരു കലക്കം നമുക്കുണ്ട്. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളോടും കൂടി ഒരു സാഹിത്യകൃതി പ്രതികരിക്കേണ്ടതുണ്ട്. മനുഷ്യരുടെ സങ്കടങ്ങൾ തീർച്ചയായിട്ടും വലിയ കാര്യമാണ്, അത് പറയണം. പക്ഷെ അതിൽ മാത്രം അത്ര വൈയക്തികമായിട്ടുള്ള ദുഃഖങ്ങളിൽ കുടുങ്ങി പോവാതെ ഒരു എഴുത്തുകാരനും എഴുത്തുകാരിക്കും, എഴുത്താൾക്ക്, പുതിയ പദമാണത്, നമ്മൾ സ്വീകരിച്ച പദമാണ്. അപ്പൊ എഴുത്താളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ ജീവിക്കുന്ന കാലത്തോടും ദേശത്തോടും പ്രതികരിക്കുക എന്നുള്ളത്. അപ്പൊ എന്തിനാണ് ഈ പുതിയ കാലത്ത് മഹാഭാരത കഥ എന്ന് ചോദിക്കുമ്പോൾ പുതിയ കാലവുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയോ ത്രെഡുകളെ ചേർത്ത് വെച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൽ പകുതിയോളം, അതായത് 95% അത് ഭാവനയാണ്. മഹാഭാരതത്തിലുള്ള വളരെ അപൂർവം കഥാസന്ദർഭങ്ങൾ, അത് എല്ലാവർക്കും അറിയുന്ന കഥാസന്ദർഭങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മഹാഭാരതത്തിന് ഇങ്ങനെ ഒരു പാഠം ഉണ്ടായിരുന്നു എന്ന് നോവൽ വായിക്കുന്ന ആൾക്കാർ വിശ്വസിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അത് അത്തരത്തിൽ ചെയ്തിട്ടുള്ളത്. അത് ഫിക്ഷൻ മനോഹരമായ നുണയാണ് എന്ന് പറയുന്ന പോലത്തെ ഒരു കാര്യമാണത്. അപ്പം അതിലിപ്പം ഉദാഹരണത്തിന് ആത്രേയകം കത്തുന്ന സമയത്ത്, അത് കത്തിക്കുന്ന സമയത്ത് ആ ഒരു സംഭവത്തെ കണക്ട് ചെയ്തിരിക്കുന്നത് മഹാഭാരതത്തിലുള്ള ഖാണ്ഡവ ദഹനവുമായിട്ടാണ്. വാസ്തവത്തില് ഖാണ്ഡവദാഹവുമായിട്ടും ആത്രേയത്തിന് യാതൊരു ബന്ധവുമില്ല. കാരണം ആത്രേയകം തന്നെ മഹാഭാരതത്തിൽ ഇത്തരത്തിലല്ല ഉള്ളത്. ഇങ്ങനെ ഒരു സംഗതി ഇല്ല. ആത്രേയകത്തെ ചൊല്ലി അതിർത്തി തർക്കം നിലനിൽക്കുന്നു എന്നൊക്കെ പറയുന്നതൊക്കെ വെറും കള്ളത്തരാണ്. അങ്ങനെയൊന്നും ഇല്ല. അതൊക്കെ നോവലിസ്റ്റിന് ഭാവനയിൽ നിന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ചില ഘട്ടങ്ങളിൽ മഹാഭാരതത്തിന്റെ ഹൈവേയിലേക്ക് ഈ വണ്ടി ഓടിച്ച് കയറ്റേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ കാരണം അത് വിശ്വസിപ്പിക്കാൻ വേണ്ടിയാ, ഇത് മഹാഭാരതത്തിന്റെ ഒരു വേർഷനാണ് എന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി ഇത് ആണോ ജൈമിനി എഴുതിയ മഹാഭാരതം എന്ന് അറിയില്ല. ഒരുപാട് പേര് അത്തരത്തിൽ എഴുതി കണ്ടിട്ടുണ്ട്. പക്ഷെ ജൈമിനി എഴുതിയ മഹാഭാരതം നമുക്ക് കിട്ടിയിട്ടില്ല. യുധിഷ്ഠിരന്റെ രാജസൂയം കഴിഞ്ഞതിന് ശേഷം രാജസൂയ യാഗം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ തീ കത്തിപ്പോയി എന്നാണ് ഐതിഹ്യം. ആ തീ കത്തിപ്പോവലിന്റെ പുറകിൽ, ഒരു പുസ്തകം തീയിലായി പോകുന്നതിന്റെ പുറകിൽ തീർച്ചയായിട്ടും ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അത് ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത്തരത്തില് ചിട്ടപ്പെടുത്തിയത്. അപ്പൊ ഇതാണ് ഇതിനെക്കുറിച്ച് എൻ്റെ ഒരു എഴുത്തും അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങള്. ഇപ്പം ഇത്രയും നേരമായി ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യര് ഒരുപാട് പേര് നേരത്തെ ഉണ്ടായിട്ടുണ്ടാവാം, പലരും ലെഫ്റ്റ് ആയതിനു ശേഷമാണ് ഞാൻ കയറി ഉണ്ടാവുക. എന്നാൽ ഇവിടെ ബാക്കിയായ ആൾക്കാർ മുഴുവനും ഇത് കേട്ടിരുന്നല്ലോ എന്നുള്ളതിലുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തുന്നു. സന്തോഷം. വളരെ സന്തോഷം മാഡം. ഞാന് വളരെ കാത്തിരുന്നൊരു കൂടിക്കാഴ്ചയാണിത്. കണ്ടില്ലെങ്കിലും മനസ്സുകൊണ്ട് വളരെ നിറഞ്ഞു. പുസ്തകം അത്രമാത്രം ബാധിച്ചാൽ മാത്രമേ എന്നെ പോലുള്ളവർക്കൊക്കെ എഴുത്ത് വരുള്ളൂ. ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള നിരൂപണമൊന്നും എന്നെ കൊണ്ട് കഴിയാറില്ല. പക്ഷെ പുസ്തകം വായിച്ച് പുസ്തകം നമ്മൾ അത്രമേൽ അസ്വസ്ഥപ്പെടുത്തി ഒരു നിർത്തില്ലാതെ കഴിയുമ്പോഴാണ് എഴുതാൻ പറ്റുക, എഴുതി കഴിയുമ്പോൾ എന്തോ ഒരു ആശ്വാസം പോലെ എനിക്ക് തോന്നിയത്. ഒരു പുസ്തകം 2 തവണ വായിച്ചിട്ട് കാലം കുറയായി. മുമ്പ് ചെറുപ്പത്തിലൊക്കെ 2-3 തവണയൊക്കെ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ട്. പക്ഷെ ആത്രേയകം എനിക്കൊരു തവണ വായിച്ചിട്ട് വീണ്ടും അതിനെ ഒന്നും കൂടി വായിക്കണം എന്ന് തോന്നി വീണ്ടും ആദ്യം മുതൽ അവസാനം വരെ ഇരുന്ന് വായിച്ചത് ഈ ഇടയ്ക്ക് ഈ ഒറ്റ പുസ്തകം മാത്രമാണ്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു വലിയൊരു അനുഭവം തരാൻ സാധിച്ചതിൽ. പലപ്പോഴും പുരുഷന്മാരാണ് ഈ ഇതിഹാസങ്ങളിൽ പ്രതിവായനകളൊക്കെ നടത്തി കണ്ടത്. ഒരു സ്ത്രീ അതിനകത്ത് കയറി കിടന്ന് മറ്റൊരു മനോഹരമായിട്ടുള്ളൊരു സൃഷ്ടി അതിനകത്ത് നിന്ന് എഴുതെടുത്തത് ഒരു വലിയ അനുഭവമാണ്. ശരിക്കും മലയാള ഭാഷയിലായതുകൊണ്ടായിരിക്കുമോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. അത്രയും അറിയപ്പെടാതെ പോകുന്നത്, ലോകം മുഴുവൻ പെടേണ്ട ഒരു പുസ്തകമാണ്, വിശ്വവിഖ്യാതമാവേണ്ടതാണ്. അത്രയാണ് അതിൻ്റെ ഒരു സാഹിത്യ മൂല്യം തന്നെ.
ഉള്ളത്. ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട്, ഇനിയും വരും, ഇനിയും പുതിയ തലമുറ ഇനി അതിൽ നിന്ന് കണ്ടെത്തും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വളരെ സന്തോഷം സംവദിക്കാൻ കഴിഞ്ഞതിൽ, മാഡത്തിന്റെ വാക്കുകൾ കേൾക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നന്ദി. സന്തോഷം. ഞാനത് പറയാൻ വേണ്ടി വിചാരിക്കുന്ന സിജി ടീച്ചറിന്റെ ലേഖനം കണ്ടു. ഏറ്റവും മനോഹരമായിട്ടുള്ള ലേഖനമാണ്. നേരത്തെ പറഞ്ഞല്ലോ, കാരണം നമ്മൾ ചില സാഹിത്യത്തിൽ ചില സ്ഥാനീകരണങ്ങളും സ്ഥാനപ്പെടുത്തലുകളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ അപ്പുറത്ത് നിന്നുകൊണ്ട് കുറെ മനുഷ്യർ വളരെ ജെന്യൂൻ ആയിട്ട് വായിച്ചിട്ടുള്ള ഒരുപാട് കുറിപ്പുകൾ ഫേസ്ബുക്കിൽ തന്നെ ഇട്ട് ഞാൻ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് കുറെ. അതിൽ വലിപ്പ ചെറുപ്പങ്ങളോ ഒന്നുമില്ല. ഞാൻ അതിന്റെ ഗുണദോഷങ്ങൾ ചരിക്കാനൊന്നും പോവാറില്ല. മനുഷ്യരുടെ റെസ്പോൺസ് അപ്പോ തന്നെ എടുത്ത് ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ് ആൾക്കാർ നോവലിനോട് പ്രതികരിക്കുന്നത്. നമുക്ക് അതൊക്കെ തന്നെയാണ് വലിയ കാര്യം എന്ന് വിചാരിക്കുന്നു. അപ്പം പ്രിന്റിൽ വളരെ കുറച്ച് ലേഖനങ്ങൾ മാത്രമേ വന്നിട്ട്, നോവൽ വന്നിട്ട് 9 മാസം 10 മാസം ആവുന്നേ ഉള്ളൂ. ആഗസ്റ്റിലാണ് വന്നത്. അപ്പം ഇനിയും 2 മാസം ബാക്കി നിൽക്കുന്നു. ഇപ്പം 25ാമത്തെ പതിപ്പിലാണ്. 30,000 കോപ്പി, 35 തോന്നുന്നു കോപ്പികൾ പിന്നിട്ട് കഴിഞ്ഞു. അപ്പൊ പിന്നെ അതിൽ വന്നിട്ടുള്ള പ്രിന്റിൽ വന്നിട്ടുള്ള വളരെ അപൂർവം ലേഖനങ്ങളിൽ ഒന്നാണ് സിജീന്റേത്. അവ രണ്ടോ ഞാൻ കണ്ടത് സമകാലിക മലയാളത്തിൽ പ്രിന്റ് ചെയ്ത് കണ്ടിട്ടുള്ള 2 ലേഖനങ്ങള്. ഇത് പിന്നെ വളരെ വൈകിട്ടാണ് എന്റെ കണ്ണിൽ പെടുകയും ചെയ്തത്. നല്ല ലേഖനമായിരുന്നു. അപ്പം അതിലുള്ള ഒരു അഭിനന്ദനം, നന്ദി, സ്നേഹം ഒക്കെ അറിയിക്കുകയാണ് ആ നോവലിനെ കുറിച്ച് അത്തരത്തിലുള്ള ഒരു കുറിപ്പ് വന്നതിൽ. അപ്പൊ അത് പറയാൻ വിട്ടുപോയി. സന്തോഷം. സന്തോഷം. മാഷേ. വളരെ വളരെ സന്തോഷം 2 ടീച്ചർമാർക്കും. സിജി ആകെ സംശയത്തിലായിരുന്നു, രാജശ്രീ ടീച്ചർ ഈ ലേഖനം കണ്ടുവോ കണ്ടില്ലയോ എന്നൊക്കെ ഉള്ള. ഇന്ന് പുസ്തക ദിനത്തിൽ തന്നെ എഴുത്തുകാരിയെയും നിരൂപകയെയും ചേർത്ത് വെക്കാൻ ഇങ്ങനെ ഒരു വേദി സാധിച്ചല്ലോ എന്നുള്ള സന്തോഷമുണ്ട്. ഇനി എല്ലാവർക്കും രണ്ടുപേരോടും ചോദ്യങ്ങൾ ചോദിക്കാം, ചർച്ചയിൽ പങ്കെടുക്കാം, എല്ലാവരും സജീവമാകണം. ഈ പ്രതികൂലാവസ്ഥയിലും ടീച്ചർ എത്തിച്ചേർന്നതിലുള്ള നന്ദി ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി ഞാൻ പറയുകയാണ് കേട്ടോ. അവിടെ മഴയും കാറ്റും ഇടിമിന്നലൊക്കെയാണെന്ന് പറഞ്ഞു ടീച്ചർ. സന്തോഷം സാറേ. എനിക്ക് രാത്രിയിൽ കയറാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല. ഇതിപ്പം മോള് ഉള്ളത് കൊണ്ട് പറ്റിയതാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഹോട്ട്സ്പോട്ട് ഏർപ്പാടിനെ കുറിച്ചൊന്നും നമുക്ക് വലിയ ധാരണ ഇല്ല. ഇവിടെ വൈഫൈ ആണ് പൊതുവെ. സാധാരണ കറണ്ട് പോവാത്തതാണ്. എനിക്ക് തോന്നുന്നത് എന്തോ മരം വീണതോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ വരേണ്ട സമയം കഴിഞ്ഞു. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതുകൊണ്ടാണ് വീഡിയോ ഇല്ലാതെ തന്നെ കയറിയത്. അത് ഞാൻ കാരണം ലേറ്റ് ആയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇല്ല ടീച്ചറെ, നമ്മള് തീവ്രമായി ആഗ്രഹിച്ചാൽ അത് സാധിക്കും എന്നുള്ളതിന്റെ തെളിവും കൂടിയായിരുന്നു എന്ന് ടീച്ചർ ജോയിൻ ചെയ്ത്. ടീച്ചർ ഈ ലക്കം ടീച്ചർ കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹിച്ചപ്പോൾ പലരും പറഞ്ഞു ടീച്ചർ നല്ല തിരക്കാണ്, ഇങ്ങനെ ഓൺലൈനിൽ പങ്കെടുക്കുമോ എന്നൊക്കെ സംശയമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴും നമ്മള് കുട്ടികളും അധ്യാപകരും എല്ലാവരും വളരെ ആഗ്രഹിച്ചു ടീച്ചറുടെ ഈ ഒരു സാന്നിധ്യത്തിന്. അപ്പൊ 8 മണി ആയപ്പോൾ കാണുന്നില്ല, 8:15 കാണുന്നില്ല. അങ്ങനെ വന്നപ്പോൾ കരുതി ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ അത്രയും ആഗ്രഹിച്ചുകൊണ്ട് അത് സാധിച്ചു. നോവലിനെ വേറെ രീതിയിൽ കൃത്യമായി വായിക്കാൻ ഇനി സാധിക്കും. ഇനി അടുത്തൊരു വായന ടീച്ചറുടെ വാക്കുകളും കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് വായിക്കുന്നതായിരിക്കും. മറ്റുള്ളവർ സംസാരിക്കാൻ ക്ഷണിക്കുകയാണ്. ആരൊന്നും പറയാതിരിക്കുകയാണോ? ടീച്ചർ വളരെ പ്രതികൂലമായ അവസ്ഥയിലാണ് ഇതിൽ ജോയിൻ ചെയ്തത്. ടീച്ചറോട് ചോദ്യങ്ങൾ ചോദിക്കാം, അഭിനന്ദനങ്ങൾ അറിയിക്കാം. നമസ്കാരം. ആരും സംസാരിക്കാത്തത് കൊണ്ട് ഇടപെട്ട് കയറിയതാണ്. നോവലിസ്റ്റും പിന്നെ ആസ്വാദനം അല്ലെങ്കിൽ ആ രീതിയിൽ അവതരിപ്പിച്ച ടീച്ചറൊക്കെ ഉള്ള വേദിയിൽ ആരും ഉചിതമല്ല എന്നുള്ള നിലയ്ക്ക് എന്തായാലും നോവല് കയ്യിലുണ്ട്. നോവല് വായിച്ച്
തുടങ്ങാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഇതൊരു നിമിത്തമാണ്. എന്തായാലും ഈ വായനാ ദിനത്തിലെ ലക്ഷ്യം വെച്ച പുസ്തകങ്ങളിൽ ഒന്ന് അത്രേകാണ് എന്നുള്ള കാര്യം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ നേരെയാണ്. നമസ്തേ. അതെ, മാതൃഭൂമി ബുക്സിന്റെ ഈ കഴിഞ്ഞ മാസത്തെ ടോപ്പ് ബെസ്റ്റ് 10 എന്നുള്ള ലിസ്റ്റിൽ ഏറ്റവും മുകളിൽ ടീച്ചറുടെ പുസ്തകമാണ് അല്ലേ? അങ്ങനെ ഒരു പോസ്റ്റർ കണ്ടിരുന്നു. ടോപ്പ് 10 അത്രയും വായിക്കപ്പെടുന്നുണ്ട്. 25,000 കോപ്പി കടന്നു എന്നതും ടീച്ചർ പറഞ്ഞു. എല്ലാവരും സംസാരിക്കണം. ആഗസ്റ്റ് 5-ന് ഇത് പ്രീ പബ്ലിക്കേഷൻ കഴിഞ്ഞ് വന്നതിന് ശേഷം ഇതിന്റെ അന്ന് മുതൽ, അതായത് 2024 ആഗസ്റ്റ് മുതൽ ഈ കഴിഞ്ഞ ആഴ്ച വരെ മാതൃഭൂമിയുടെ ടോപ്പ് 10 10 പുസ്തകങ്ങളിൽ ഒന്ന് ഇതാണ്. അതില് ഏകദേശം ഒരു കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഒരു 27-28 ആഴ്ചകൾ അത് ഒന്നാമതുണ്ടായിട്ടുണ്ട്. അപ്പൊ പക്ഷെ അത്തരത്തിൽ നമ്മൾ പുസ്തകം അളക്കേണ്ട ഒരു കാര്യമില്ല ഞാൻ കരുതുന്നത്. എല്ലാ പുസ്തകങ്ങളും നമ്മൾ, കാരണം ഒരു പബ്ലിഷറുടെ പുസ്തകം മാത്രമാണല്ലോ നമ്മൾ ഇപ്പൊ കാണുന്നത്. വേറെയും പബ്ലിഷേഴ്സ് ഉണ്ട്, അവരുടെ പുസ്തകങ്ങളുണ്ട്. വലിയ പ്രമുഖരല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ നടത്തുന്ന ചെറിയ ചെറിയ പബ്ലിഷിംഗ് സംരംഭങ്ങൾ, അപ്പൊ അതിലൊക്കെ പുസ്തകങ്ങളുണ്ട്, ആൾക്കാർ അതൊക്കെ വായിക്കുന്നുണ്ട്. എന്നിരുന്നാലും മലയാളത്തിലെ വളരെ ലീഡിംഗ് ആയിട്ടുള്ള 2 പബ്ലിഷേഴ്സിൽ ഒന്നാണ് മാതൃഭൂമി. അവരുടെ ടോപ്പ് 10 ഈ ടോപ്പ് 10 പരിപാടി മലയാളത്തിൽ ആദ്യം തുടങ്ങുന്നത് മാതൃഭൂമിയാണ്. അപ്പോ അതില് ഒരു ഇപ്പൊ 10ാമത്തെ മാസമാണ്. 10 മാസമായിട്ട് അത് ലിസ്റ്റിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. ഒരു 1 മുതൽ 6, 7 വരെയുള്ള സ്ഥാനങ്ങളിൽ അത് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ള ഒന്നാമതാണ്. ഞാൻ തന്നെ വളരെ കൗതുകത്തോടു കൂടി നോക്കുമായിരുന്നു ഇതിന്റെ 1ാം റാങ്ക് ഇപ്പൊ പോകുന്നത്. അപ്പൊ അത് ഏകദേശം ഒരു 4 മാസം വരെ നിന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് ഒരു തവണ ശ്രീ EP ജയരാജന്റെ പുസ്തകം വന്നപ്പോൾ ആണത് ആദ്യമായിട്ട് പുറകിൽ പോയതെന്ന് തോന്നുന്നു. 2 പിന്നിൽ. അപ്പൊ അത് ഞാൻ ഇങ്ങനെ നോക്കും. അപ്പൊ അതെന്തിനാന്ന് വെച്ചാല് മറ്റൊന്നല്ല, നമ്മുടെ പുസ്തകം ഒന്നാമതിരിക്കുന്ന കാണാനുള്ള കൗതുകം കൊണ്ട് മാത്രമല്ല. ഈ 10 പുസ്തകങ്ങൾ വരുമ്പം ഏതൊക്കെയാണ് നമ്മൾ നിർബന്ധപൂർവ്വം വായിച്ചിരിക്കേണ്ടത്, എല്ലാ മനുഷ്യരും വായിക്കുന്ന പുസ്തകങ്ങൾ ഏതാണെന്നുള്ളത് നമുക്കറിയാം. എന്താണ് ആൾക്കാരുടെ ട്രെൻഡ് എന്താണ്. അപ്പൊ നോക്കുമ്പോ അതിൽ കവിതയുണ്ട്, യാത്രാ വിവരണങ്ങളുണ്ട്, നോവലുകളുണ്ട്. നോവലുകളാണ് കൂടുതൽ ഉണ്ടാവുക. ഏറ്റവും കൂടുതൽ വായനക്കാരുള്ള ജനപ്രിയ സാഹിത്യ രൂപമാണെന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഇത് എല്ലാ വിഭാഗത്തിലും പെട്ട പുസ്തകങ്ങളെ കണ്ടിട്ടുണ്ട്. നോൺ ഫിക്ഷൻ വരാറുണ്ട്. അപ്പൊ അത്തരത്തില് ഒരു വളരെ സമ്മിശ്ര സ്വഭാവമുള്ള ലിസ്റ്റാണിത്. അപ്പൊ അതിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾക്ക് കാര്യമില്ലാന്ന് തോന്നുന്നു. എന്നാലും ഒരു നമ്മുടെ പുസ്തകം പ്രസിദ്ധീകരിച്ച പ്രസാധകരുടെ ലിസ്റ്റിൽ ഒരു 10 മാസമായിട്ട് അങ്ങനെ ലീഡ് ചെയ്യാന്ന് പറയുന്നത് മോശം കാര്യമല്ല. അങ്ങനത്തെ ചെറിയ ചെറിയ സന്തോഷങ്ങളും കൂടി ചേർന്നിട്ടാണ് മനുഷ്യൻ ഭൂമിയിൽ നിലനിൽക്കുന്നത്. ഞാനിങ്ങനെ ആലോചിക്കും അത് കാണുമ്പോൾ. അതൊരു സന്തോഷം തന്നെയാണ്. അതുകൊണ്ടാണ് ഷെയർ ചെയ്തത്. ഇതൊരു ചെറിയ അളവിലുള്ള സന്തോഷമല്ല ടീച്ചറെ. ഇങ്ങനെ ഒരു ലീപ്പിൽ നിൽക്കുമ്പോൾ പഴയ കാലമായിട്ട് സ്വയം ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ ഇതിൽ കുറേ പുതിയ എഴുതി തുടങ്ങുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അവരോട് ടീച്ചർക്ക് എന്താണ് ഒന്ന് സംവദിക്കാനുള്ളത്? ആ ഒരു കുതിപ്പ് സംഭവിച്ചതിൻ്റെ ഒരു രഹസ്യമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെസിപ്പിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൂത്രവാക്യം, അങ്ങനെയല്ല, എന്താണ് അവരോടൊരു അത്തരം ഒരു അനുഭവം പറയാനുള്ളത്? ഇല്ല സാർ, ഇതിനകത്ത് അങ്ങനെ ഒരു അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റുമല്ലോ. ഞാൻ വിചാരിക്കുന്നത് ഇത് വായനയുടെ ഒരു ട്രെൻഡ് ആയിരിക്കാം. നോവലുകൾക്ക് നല്ല വായനയുള്ള ഒരു സമയത്താണ് എന്റെ നോവലുകൾ 2ഉം വരുന്നത്. അപ്പൊ ഒരെണ്ണം കഴിഞ്ഞിട്ട് 5 വർഷത്തെ ഗ്യാപ്പ്. 2019 കല്യാണി, 24 ആത്രേയം. അപ്പൊ അത്രയും ഒരു ഗ്യാപ്പ് ഇട്ട് വന്നിട്ടും നേരത്തെ വലിയൊരു എന്താണ് എഴുത്ത് പാരമ്പര്യം അങ്ങനത്തെ കാര്യങ്ങളൊന്നും, ഗോഡ് ഫാദേഴ്സ് ഒന്നും അവകാശപ്പെടാനില്ല. ഫേസ്ബുക്കിൽ തന്നെത്താൻ എഴുതിയാണ് വന്നേ. അപ്പോ അതിലൊന്നും ഇത് വാരികകളിലൊന്നും പ്രസിദ്ധീകരിക്കൊന്നും ഉണ്ടായിട്ടില്ല. കോപ്പി ലെഫ്റ്റ് ആയിട്ട് ഫേസ്ബുക്കിൽ കിടന്ന ഒരു നോവലാണ്. അതെടുത്തിട്ട് മാതൃഭൂമി തന്നെയാണ് കല്യാണി പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ അത് ഇത്രയൊക്കെ ആയി. അപ്പൊ അത് നൽകിയിട്ടുള്ളൊരു ധൈര്യമുണ്ട് 2ാമത്തത് എഴുതാൻ. അതില് 2ാമത്തെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് പൊതുവെ നോവൽ എഴുതുന്ന ആൾക്കാരോട് എല്ലാവരും പറയും ആദ്യത്തേത് എങ്ങനെയെങ്കിലുമൊക്കെ വിജയിക്കും, 2ാമത്തതാണ് ശരിക്കുള്ള നോവൽ എന്ന്. എന്നോട് ഒരുപാട് പേരത് പറഞ്ഞിട്ടുണ്ട്, 2ാമത്തതാണ് നോവൽ. അപ്പൊ ഞാൻ അവരോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം, അങ്ങനെയാണെങ്കിൽ കല്യാണിയാണ് 2ാമത്തെ നോവൽ, കാരണം ആദ്യം തുടങ്ങിയത് ആത്രേയമാണല്ലോ എന്ന് പറയും. പക്ഷെ എന്നാലും ആൾക്കാർ വായിച്ചത്, നമ്മളത് വെറുതെ യുക്തിക്ക് പറയാമെന്നേ ഉള്ളൂ, ആൾക്കാർ ആദ്യം വായിച്ചത് കല്യാണിയാണ്, പിന്നെ ആത്രേയമാണ്. കല്യാണിയുടെ ഒരു മൂലധനം എന്ന് പറയുന്നത് കഴിഞ്ഞ
ഇപ്പൊ കുറച്ച് രണ്ട് പതിറ്റാണ്ടായിട്ട് 20 വർഷത്തോളം നമ്മൾ ജീവിതം പഠിക്കുന്നുണ്ട്. അതിനു മുമ്പും പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചുകൂടി പ്രായമാകുന്ന കണക്കായിട്ട് നേരത്തെ നമ്മൾ കണ്ടതുപോലെയല്ല ജീവിതത്തെ കാണാം. അപ്പൊ പുതിയ കുട്ടികൾ എഴുതാൻ ഉണ്ടാവും, അവര് എഴുതുകയും ചെയ്യും. അവരുടെ എഴുത്ത് എന്ന് പറയുന്നത് അതിന് തന്നെ ഒരു പരിണാമം ഉണ്ടാവും കുറച്ച് കഴിയുമ്പോൾ. കാരണം ജീവിതത്തിലെ അനുഭവങ്ങളെ നമ്മൾ താരതമ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ വിലയിരുത്തുന്നത് ഓരോ കാലഘട്ടത്തിലും ഓരോ രീതിയിലാണ്. ഇപ്പൊ 20-ാമത്തെ വയസ്സിൽ നമ്മൾ വാദിയായിട്ട് നിൽക്കുന്ന ഒരു സംഭവം നമ്മൾ 50-ാമത്തെ വയസ്സിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ അതിൽ പ്രതിയായിരിക്കും. അപ്പൊ അങ്ങനെ സംഭവങ്ങളുടെ വീക്ഷണകോണ് തിരിയും. അതൊരു അനുഭവം കൊണ്ടുള്ള ഒരു പാകപ്പെടലാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ വായന എന്ന് പറയുന്നത് എഴുത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വായിക്കാതെ എഴുതാൻ പറ്റില്ല. അത് കോപ്പി ചെയ്യാൻ വേണ്ടി വായിക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം. അപ്പം ഈ അനുഭവങ്ങളെ നമ്മൾ കണക്ട് ചെയ്യും അന്നേരം വായിച്ചു കഴിയുമ്പോൾ. ഇപ്പൊ ബഷീറിന്റെ തങ്കം എന്ന് പറയുന്ന കഥ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ അത് സമാന ജീവിതാനുഭവങ്ങളുമായിട്ട് നമ്മൾ അതിനെ കണക്ട് ചെയ്യും. അങ്ങനെ ജീവിതാനുഭവങ്ങളെ നമ്മൾ വായിക്കുന്ന ഫിക്ഷനുമായിട്ട് അല്ലെങ്കിൽ കവിതയായിട്ട് അല്ലെങ്കിൽ എന്തോ യാത്രാവിവരണമായിട്ടോ ഇപ്പം ജീവിതാനുഭവ സാഹിത്യം മാത്രം വായിക്കുന്ന ഒരാളിനെ എനിക്കറിയാം. പുള്ളി അങ്ങനെ വായിക്കുള്ളൂ. അതായത് ആത്മകഥകൾ മാത്രമേ വായിക്കുള്ളൂ. അദ്ദേഹത്തിന്റെ ലൈൻ അതാണ് വായിക്കുന്നത്. കാരണം അതിന്റെ കാരണം പറയുന്നത് ജീവിതത്തെ മനുഷ്യർ എങ്ങനെ നേരിട്ടു എന്ന് അറിയുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് എന്നാണ് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. അത് നമ്മൾ നമ്മൾ തീരുമാനിക്കണം നമ്മൾ വായിച്ചു പോകേണ്ട ഫീൽഡ് ഏതാണെന്നുള്ളത്. എന്നാലും നമ്മൾ ക്ലാസിക്സുകൾ നമ്മുടെ നമ്മുടെ എഴുത്തിനെ രൂപപ്പെടുത്തിയിട്ടുള്ള പുസ്തകങ്ങൾ അതൊക്കെ നമ്മൾ കണ്ടിരിക്കണം എന്നുള്ളതൊരു കാര്യമാണ്. അത് നമ്മൾ അറിയാതെ പോകരുത്. ഇപ്പം ഞാൻ അതിന്റെ കൂട്ടത്തിൽ ഇത്രയും കൂടി പറയുന്നത്, ഇപ്പൊ ചിലർ ചെയ്യുന്ന പോലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് കെ പി അപ്പന്റെ പുസ്തകം എടുത്ത് പിടിച്ചിട്ട് എനിക്ക് കെ പി അപ്പന്റെ പുസ്തകം വായിക്കാൻ കിട്ടി, ഞാൻ വലിയ നിരൂപകരായി എന്നൊക്കെ പറയുന്ന മനുഷ്യരുണ്ട്. ഈ കെ പി അപ്പന്റെ പുസ്തകമൊക്കെ എത്രയോ മുമ്പേ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് വായിച്ചൊരു തലമുറയോടായിരിക്കും പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള പറച്ചിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അതിന്റെ തമാശ. അപ്പൊ അങ്ങനെയല്ല, അതിനല്ല പുസ്തകം വായിക്കുന്നത്. അങ്ങനെയുള്ളവർ വായിച്ചത് കൊണ്ടും പ്രത്യേകിച്ച് പ്രയോജനമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഷാജി കുമാർ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, മനുഷ്യർ നല്ലതാണെങ്കിൽ പുസ്തകം വായിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ലതല്ലെങ്കിൽ പുസ്തകം വായിച്ചിട്ടും കാര്യമില്ല. അപ്പൊ ഇത് അതുപോലത്തെ ഒരു കാര്യമാണ്. പുസ്തകം വായന കൊണ്ടുണ്ടാകേണ്ടത് ഒരു മനസംസ്കാരമാണ്. അതിൽ നിന്നൊരു എഴുത്ത് വരും. നമ്മൾ നമ്മുടെ ജീവിതാനുഭവങ്ങളെ തട്ടിക്കിഴിച്ച് ചേറിക്കൊഴിച്ചൊക്കെ നോക്കുന്ന സമയത്ത് ബാക്കിയാവുന്ന ഒന്നുണ്ട്, അതാണ് എഴുത്ത്. അതിന്റെ ഒരു സ്പാർക്ക് മനസ്സിലുണ്ടെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും അത് വരും. എത്ര അടിച്ചമർത്തിയാലും എത്ര പിന്തള്ളി വെച്ച് കഴിഞ്ഞാലും അത് വരും. അതേസമയം വരുത്തി കൂട്ടുന്നതും നമ്മൾ ഈ കാണിക്കുന്ന, നമ്മൾ പറയല്ലോ ഷോ ഓഫ് എന്നൊക്കെ പറയല്ലോ, അത്തരത്തിലുള്ള കാര്യങ്ങൾ നിലനിൽക്കില്ല. ജെന്യൂൻ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഇതിനകത്തുണ്ടെങ്കിൽ, അത് പറയാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ അതിനകത്തൊന്നും ഭയപ്പെടാനില്ല എന്നുള്ളതാ. നിങ്ങൾ എഴുതുന്നത് വായിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ പബ്ലിഷേഴ്സ് നിങ്ങളെ തേടി വരികയും ചെയ്യും. അതാണ് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചത്. ഞാൻ അതിനുള്ള ഉദാഹരണമാണ്. കല്യാണി ഫേസ്ബുക്കിൽ എഴുതി ഇത്രയും നാട്ടുകാർ വായിച്ചിട്ടും അത് പബ്ലിഷ് ചെയ്യാൻ ഒരു പ്രമുഖ പ്രസാധകർ രണ്ട് പ്രസാധകരും സമീപിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. അല്ലാണ്ട് ഒരു പുസ്തകം എഴുതിയിട്ട് അങ്ങോട്ട് അയച്ചിട്ട് അവരിപ്പോ പ്രസിദ്ധീകരിക്കുമെന്ന് നോക്കിയിരിക്കുകയല്ല ചെയ്തത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം പുസ്തകം എഴുതണമെന്നോ അത് ആരെങ്കിലും വായിക്കണമെന്നോ അതിന്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ടാക്കണമെന്നോ ഒന്നും വിചാരിച്ച ഒരാളല്ല ഞാൻ. കാരണം എഴുത്ത് എന്നെ ഒരു കാലത്ത് നിർത്തിയ ഒരാളാണ്. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് അതുകൊണ്ട് എന്തെങ്കിലും സാംസ്കാരികമായി ഉണ്ടാക്കണം എന്നുള്ള ഒരു ധാരണയില്ല. നിലവിലൊരു ജോലിയുണ്ട്, അത് ചെയ്ത് ജീവിക്കാം എന്നൊക്കെയുള്ള അത്തരത്തിലുള്ള ഒരു കാര്യം, അത് ആ ഒരു ധൈര്യം ഇപ്പോഴും ഉണ്ട്. അതായത് ഏത് നിമിഷത്തിൽ വേണമെങ്കിലും നമുക്ക് ഇത് ഉപേക്ഷിച്ച് പോവാവുന്ന ഒരു നിലയുണ്ട്. അതായത് ഇത് കഴിഞ്ഞു, ആ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു റൈറ്റർ എന്നുള്ള നിലയ്ക്കുള്ള ഒരു ലൈഫ് വേണ്ട, നമുക്ക് മറ്റൊരു തൊഴിൽ ജീവിതമാണ് നമുക്ക് മുഖ്യമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇതിനകത്ത് കടപ്പെട്ടു പോവാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ എഴുതിയേ ജീവിക്കൂ അല്ലെങ്കിൽ എഴുത്തിൽ തന്നെ പിടിച്ചു നിൽക്കണം എന്നുള്ളത് മറ്റൊന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ പബ്ലിഷേഴ്സിന്റെ ഇഷ്ടങ്ങൾക്ക് നിൽക്കേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നിൽക്കേണ്ടി വരും. അതൊക്കെ സ്വാഭാവികമായിട്ട് വരും. അപ്പൊ അത് ആദ്യം തീരുമാനിക്കേണ്ട ഒരു കാര്യം എഴുത്ത് ഏത് തരത്തിൽ വേണം എന്നുള്ളതാണ്. നമ്മുടെ എഴുത്ത് ഏത് തരത്തിൽ വേണം, ആൾക്കാര് അത് നല്ല രീതിയിൽ എഴുതണോ, അല്ല വെറുതെ നമ്മളൊന്ന് ജസ്റ്റ് അറിയപ്പെട്ടു പോയാൽ മതിയോ, കുറച്ചു കാലത്തേക്ക് ഒരു വിവാദം ഉണ്ടാക്കിയിട്ടൊക്കെ നിൽക്കുന്ന മനുഷ്യരുണ്ടല്ലോ. ഇപ്പൊ അത് ഏറ്റവും കൂടുതലുള്ളത് വിമർശനത്തിലും നിരൂപണത്തിലുമാണ്. ഖസാക്കിന്റെ ഇതിഹാസം ഒന്നിനും കൊള്ളൂല എന്ന് രാവിലെ എഴുന്നേറ്റ് ഫേസ്ബുക്കിൽ പറയും. അപ്പോ ആൾക്കാർ എന്ത് വന്നാലും ഒരു 10 പേര് അതിന് സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ ആയി. അതുണ്ട്, അത് എല്ലാ കാലത്തും അത്തരത്തിലുള്ള ആൾക്കാർ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എഴുത്തിലും അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കാം. കുറച്ചു കാലം കഴിയുമ്പോൾ അത് ഇല്ലാണ്ടാവും. ആൾക്കാർ വായിച്ചിട്ടുള്ള എന്തെങ്കിലും ഉള്ളിലൊരു കാമ്പുള്ള സാധനമാണെങ്കിൽ നിലനിൽക്കും. അതാണ് അതിനകത്ത് നമ്മുടെ ഒരു അനുഭവം അതാണ്. അതായത് ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളതും. നമ്മുടെ അനുഭവം മാത്രമല്ല, നമ്മൾ ഈ എഴുത്തും വായനയായി ബന്ധപ്പെട്ടാണല്ലോ ജീവിക്കുന്നതും. അതായത് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, അധ്യാപിക എന്നുള്ള നിലയ്ക്ക് ജോലി ചെയ്യുന്നുണ്ട്, സാഹിത്യം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്, കുട്ടികളുടെ അടുത്ത് പറയുന്നതും.
അവരുടെ പ്രോജക്റ്റുകൾ, ഡിസർട്ടേഷൻ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പുതിയ പുസ്തകങ്ങൾ നിരന്തരം കാണുന്നു, പഴയ പുസ്തകങ്ങൾ നിരന്തരം കാണുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു അനുഭവത്തിന്റെയും കൂടി ബലത്തിൽ, നമ്മുടെ സാഹിത്യ ചരിത്രത്തിന്റെയും കൂടി പശ്ചാത്തലത്തിലാണ് പറയുന്നത്. നമ്മൾ ജെന്യുവൻ ആണെങ്കിൽ, നമ്മുടെ കയ്യിൽ മെറ്റൽ ഉണ്ടെങ്കിൽ, നമുക്കത് പറയാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ ആരെയും പേടിക്കേണ്ടതില്ല, മറ്റു കാര്യങ്ങൾ വഴിക്ക് വന്നോളും എന്നുള്ളതാണ്. എഴുത്തിന്റെ ഒരു രാസപ്രവർത്തനം ചില നേരത്ത് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഒരു കോംബോ തോന്നാറുണ്ട്. നമുക്ക് നല്ല ഒരു ജീവിതാനുഭവങ്ങൾ വേണം, പിന്നെ ടീച്ചർ പറഞ്ഞ പോലെ ഈ വായനയും പഠനവും, പിന്നെ ചിന്ത ഉണ്ടായിരിക്കണം. അതിനൊപ്പം തന്നെ ഒരു ടീച്ചറുടെയൊക്കെ നോവലുകളിൽ ഈ സങ്കല്പനം ഭീകരമാണ് ശരിക്കും. ഈ സങ്കല്പനം അല്ലെങ്കിൽ ആ ഭാവനയ്ക്കുള്ള ഒരു രസതന്ത്രം എന്താണ് ടീച്ചർ? അത് ഇങ്ങനെ നേരിട്ട് ചോദിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല. ഇത്രമാത്രം ഭാവന ലഭിക്കുന്നതിന്റെ ഒരു സൂത്രം എന്താണ്? അതിന്റെ ഉത്തരം എനിക്ക് അറിഞ്ഞൂടാ സാർ. അങ്ങനെ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾക്ക് ഭാവന ചെയ്യണേ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭാവനയ്ക്ക് അതിരൊന്നും ഇല്ല, എല്ലാവർക്കും പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ കുറെ കൂടി നമ്മുടെ ഓർമ്മയെ കുറിച്ചൊക്കെ ഇപ്പം എപ്പോഴും ഈ സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഫസ്റ്റ് ഓർമ്മ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ആദ്യത്തെ ഓർമ്മ ആയിരിക്കില്ല എന്ന് പറയും. ആദ്യത്തെ നമ്മളെ കുറിച്ച് നമ്മുടെ ഓർമ്മ എന്താണ് ആദ്യത്തേത്, അത് ചിലപ്പോൾ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഓർമ്മയുണ്ടാവും. പക്ഷെ ആ ഓർമ്മയല്ല ശരിക്കുള്ള ഓർമ്മ നമ്മുടേത്. കാരണം അത് നമ്മൾ ഭാവന ചെയ്ത് ഉണ്ടാക്കുന്ന, നമ്മുടെ അനുഭവത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തു നിന്നുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ടും നമ്മൾ പുസ്തകം വായിച്ചിട്ടും ഒക്കെ നമ്മൾ ഒരു സംഗതി ഉണ്ടാക്കിയെടുക്കുന്നതാണ്. 7 വയസ്സിൽ അല്ലെങ്കിൽ 6 വയസ്സിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് നമുക്ക് സ്ഥാപിക്കാൻ പറ്റില്ല എവിടെ. അങ്ങനെ ഭാവന ഉള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. നമ്മളത് അറിയാത്തതുകൊണ്ടാണ്. ഓരോരുത്തരുടെ ഉള്ളിൽ ആ സംഗതി ഉണ്ട്. അപ്പം ഭാവനയുണ്ട്, അത് വളരാനുള്ള സ്ഥലം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണിത്. അത് ഏറി കുറഞ്ഞുള്ള എന്താണ് അതിന്റെ ഏറ്റക്കുറച്ചിലുകളാണ്. പക്ഷെ എന്നാലും എല്ലാവർക്കും സാധ്യമാണ്. നമ്മളൊരു നുണ പറയാൻ എത്ര ഭാവന ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് സമയത്തിന്റെ ഒരു പരിമിതി ഉണ്ട്. ഇനി മറ്റുള്ളവർ ചോദിക്കണേ. ഒരു 10 മിനിറ്റിൽ സമയം കൂടെ ഉണ്ട് നമുക്ക്. പക്ഷേ ഇത് എഴുതാനായിട്ട് മനസ്സിൽ രൂപപ്പെട്ടു വരുന്ന സമയത്ത് ടീച്ചർ ഒരുപാട് ഗവേഷണം ചെയ്തിട്ടുണ്ടായിരിക്കുമോ? മഹാഭാരതത്തെ അല്ലെങ്കിൽ പുരാണങ്ങളെ ആസ്പദമാക്കിയിട്ടൊക്കെ അതിന്റെ ഒരു പിന്നിലത്തെ ഒരു വർക്ക് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. കാരണം ഞാനിത് വായിച്ചിട്ട് ഞാൻ കുറച്ച് റെഫർ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് സംഭവം ഫിക്ഷൻ ആണെന്ന് ടീച്ചർ പറഞ്ഞു. പക്ഷെ എങ്കിലും ആ ഒരു കാലഘട്ടം ഇരാവതി കർവയുടെ ഒക്കെ പുസ്തകത്ത് ഞാൻ വായിച്ചൊക്കെ നോക്കി. ആ ഒരു കാലഘട്ടത്തെ കുറിച്ചും ഒക്കെ നമ്മുടെ ഭാവന എത്രയൊക്കെ ആയാലും നമ്മുടെ യുക്തിയോടും കൂടി ചേരണല്ലോ, ചുമ്മാ ഭാവന അല്ല. വളരെ കണക്റ്റഡ് ആണ്. ഹരിണിയുടെ ഒക്കെ കഥാപാത്രം, ഹരിണിയൊക്കെ വരുന്ന കഥാപാത്രത്തിൽ നമുക്ക് അവിടെ എവിടെയും നമുക്ക് ഒരു അരസികത്വം തോന്നുന്നില്ല. നമ്മുടെ രസച്ചരടിനെ മുറിക്കുന്നില്ല. വളരെ കൃത്യമായിട്ട് അവര് ആ സമയത്ത് വരുന്നതും, നമ്മൾ ചെറുപ്പത്തിലേ കേട്ടിട്ടുള്ളത് പുകമറയ്ക്കുള്ളിൽ നിന്നും ഈ ദ്രൗപദി കടന്നു വരുന്നത് ദൃഷ്ടദ്യുമ്നന് വരുന്നതാണ്. അതിന്റെ പുറകിലുള്ള ലോജിക്കലി നമ്മൾ അത് ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഹരിണി എന്ന കഥാപാത്രം മഹാഭാരതത്തിൽ ഇല്ലെങ്കിലും എത്ര ഗംഭീരായിട്ടുള്ളൊരു കഥാപാത്രമാണെന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ശരിക്കും ആ ഒരു പുറകിലുള്ള ഒരു വർക്ക് എന്തായിരുന്നു എന്ന് അറിയാനായിട്ടൊരു ആഗ്രഹമുണ്ട്. ടീച്ചറെ, ഞാനും ഇതിനോടൊന്ന് ചേർത്ത് വെക്കുകയാണ്. ഞാനും ചോദിക്കാൻ ആഗ്രഹിച്ച ഒരു ചോദ്യം തന്നെയാണിത്. ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ ലെവൽ ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും മഹാഭാരതമായിട്ടുള്ള. പിന്നെ അതേ രീതിയിൽ ഒരു മഹാഭാരതം പോലത്തെ ഒരു ഇതിഹാസം നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ആരൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടോ അവരെല്ലാവരും വളരെയേറെ വിമർശനങ്ങൾക്ക് വശംവദരാവേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ശ്രദ്ധ പ്രത്യേകം ചെലുത്തിയിട്ടുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള പിന്നെ ഇത് ചെറുപ്പത്തിൽ എവിടെയെങ്കിലും ബാല്യകാലത്ത് ടച്ച് ചെയ്ത കഥകളാണോ പിന്നീട് ഇങ്ങനെ ഭാവനയിലൂടെ വന്നത്? പിന്നീട് ഒരു വലിയ റിസർച്ച് വർക്ക് ആകുമ്പോൾ തീർച്ചയായിട്ടും നടത്തിയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു ബാക്ക് ഹിസ്റ്ററി എന്താണ്? ഇതിന്റെ പഠനം എങ്ങനെയാണ് ചെയ്തത്?
അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിനകത്ത് ഇനി കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത്? ഇത്തരം കാര്യങ്ങളൊന്നും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് പിന്നെ അതിനകത്തൊരു കാര്യമുണ്ട് സത്യം പറഞ്ഞാൽ. ദയ ചോദിച്ചതിനകത്തുണ്ടത്. കുട്ടികളായിരിക്കുന്ന സമയത്ത്, അതായത് ഞങ്ങളുടെ എല്ലാം കുട്ടിക്കാലത്ത് ഉള്ള ബാലമാസികകൾ എന്ന് പറയുന്നത് പൂമ്പാറ്റ, ബാലരമ, ബാലമംഗളം ഇതാണ്. അപ്പൊ പൂമ്പാറ്റയ്ക്ക് അമർചിത്ര കഥ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇവിടെ എത്തുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും, അത് കുറച്ചു പേർക്കെങ്കിലും അറിയും. അപ്പൊ അതിലിങ്ങനെ പുരാണ കഥാപാത്രങ്ങളുടെ ജീവിതം, ഇപ്പം അർജുനൻ എന്ന് മാത്രം പറഞ്ഞിട്ട് ഒരു അമർചിത്ര കഥ വരും. ചിത്ര പുസ്തകമാണ്. ഏതെങ്കിലും ഒരു കഥയായിരിക്കും, അർജുനന്റെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു കഥ. ചിത്രകഥ ആയതുകൊണ്ട് നിറയെ ചിത്രങ്ങൾ കാണും. അർജുനന്റെ വരച്ചിട്ടുള്ള അർജുനനെ കാണാം, അങ്ങനെ. അപ്പൊ അത് വായിച്ചിട്ട് ഇത് പെട്ടെന്ന് തീർന്നു പോകും. ഒരു 10-25 പേജേ ഉണ്ടാവുള്ളൂ അത്. അന്നേരം ഒരു നിരാശ വരും, ഇതിന്റെ ബാക്കി എവിടുന്ന് കിട്ടും, അല്ലെങ്കിൽ ഇനി ആ അർജുനന്റെ ബാക്കി കഥ അറിയാൻ എന്താ വേണ്ടേ, മറ്റേ ഭീമൻ പിന്നെന്ത് സംഭവിച്ചു, അങ്ങനെ കാര്യങ്ങൾ വരുമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് അന്നേരം ഒരു 10 വയസ്സൊക്കെ ഉള്ളൂ. 10 വയസ്സ് വരെ ഞാൻ ഒറ്റ കുട്ടിയായിട്ടാണ് ജീവിച്ചത്. അപ്പം അച്ഛനും അമ്മയും സ്കൂൾ വിട്ട് വരുന്നത് വരെ നമ്മൾ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കണം. വീട്ടില് വരാന്തയിലാണ് ഇരിക്കേണ്ടത്. അകത്തങ്ങനെ താക്കോലെടുത്തിട്ട് കയറാൻ പറ്റില്ല. അന്നൊക്കെ നമ്മള് വീട്ടിന്റെ ഒക്കെ വരാന്തയിൽ ഇരിക്കുക, അയൽ വീട്ടിൽ പോയി ഇരിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ സ്വാഭാവികമാണ്. ഇന്നത്തെ പോലെ കുട്ടികളെ, ഇന്നിപ്പോ എന്റെ കുട്ടികളെ ഞാൻ അങ്ങനെ വിടാറില്ല. അപ്പുറത്തെ വീട്ടിൽ പോയി ഇരിക്കാനോ അല്ലെങ്കിൽ അവര് വീട്ടിൽ തനിയെ ഇരിക്കുന്നൊന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ വീട്ടിൽ തനിയെ ഇരുന്നിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു കാലത്തിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അന്നും കുട്ടികളെ വിശ്വസിച്ചിട്ട് നമുക്ക് വേറൊരു വീട്ടിൽ നിർത്തുകയൊക്കെ ചെയ്യാം. അപ്പൊ അങ്ങനെ ആരും ചെയ്യുന്നില്ലല്ലോ. പരസ്പരം വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാവാം പിന്നെ പ്രശ്നങ്ങൾ നമ്മൾ അന്ന് കേട്ടതുപോലെ നല്ലല്ലോ കാര്യങ്ങൾ കേൾക്കുന്നത്. എന്തായാലും ആ വീടിന്റെ വരാന്തയിൽ ഇങ്ങനെ ഇവർ വരുന്നത് നോക്കിയിട്ട് ഇരിക്കുന്ന സമയം പുസ്തകങ്ങള് ചെറിയ ചെറിയ ഈ പൂമ്പാറ്റ, ബാലരമ, ബാലമംഗളം ഒന്നും തികയാതെ വരും. നമ്മള് വായിച്ചു തീർക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് കിട്ടുന്നത് അന്നേരം പുരാണിക് എൻസൈക്ലോപീഡിയ ആണ്. അപ്പൊ അതിനകത്ത് നിറയെ കഥകളാണ്. ഇപ്പം അകാരാതിക്രമത്തില് വലിയ താടിയം പുസ്തകമാണ് ഈ പുരാണിക് എൻസൈക്ലോപീഡിയ. ടീച്ചേഴ്സ് ഇപ്പോഴും ഉപയോഗിക്കാറുണ്ട്. പുരാണ കഥകൾ പഠിപ്പിക്കേണ്ടി വരുമ്പം ഈ ചെറുശ്ശേരി നമ്പ്യാരെ, എഴുത്തച്ഛനെയൊക്കെ പഠിപ്പിക്കേണ്ടി വരുന്ന സമയത്ത് റെഫറൻസിന് ആൾക്കാർ ഉപയോഗിക്കുന്നതാണത്. അമ്മ മലയാളം ടീച്ചർ ആയതുകൊണ്ട് അമ്മയും റെഫറൻസിന് ഉപയോഗിച്ചിരുന്ന പുസ്തകമാണ്. അപ്പോ അത് വായിച്ചു തീർത്തു എന്നുള്ളതാണ് 1 വർഷം കൊണ്ട്. അത് 6ാം ക്ലാസ് പഠിക്കുമ്പോഴേക്ക് അത് വായിച്ചു തീർന്നു. അതിന്റെ രസം ഇത്രയുള്ളൂ, കഥ വായിക്കാൻ എന്ത് രസം തന്നെ, വേറെ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് കുറെ ഗുണങ്ങളുണ്ട്. ഈ മലയാളം, അതായത് ഭാഷ നന്നായിട്ട്, അതൊരു മാനക മലയാളത്തിൽ സംസ്കൃതം കലർന്ന മലയാളത്തിൽ എഴുതിയിട്ടുള്ളതാണ്. അതിനെക്കുറിച്ചൊരു കഥയുണ്ട്. പുരാണിക് എൻസൈക്ലോപീഡിയ എഴുതിയ വെട്ടമ്മാണി ഇത് എഴുതി കഴിഞ്ഞിട്ട് അദ്ദേഹം പൊതുജീവിതത്തിലേക്ക് അദ്ദേഹത്തിന് ഇറങ്ങാൻ പറ്റിയില്ല എന്ന്. ലോകമഹായുദ്ധം കഴിഞ്ഞത് പുള്ളി അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്, ഈ ഒരു പുരാണ കഥാപാത്രങ്ങളുടെ ലോകത്ത് ജീവിച്ചിട്ട്. അപ്പൊ നമ്മളിത് വായിക്കുമ്പോൾ ഏകദേശം അത്തരത്തിലൊക്കെ ഒരു ലോകമാണല്ലോ. അത് ഒറ്റയ്ക്ക് ഇരുന്ന് വായിക്കുമ്പം നമ്മുടെ ചുറ്റും ഈ പുരാണ കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അർജുനായാലും അവരുടെ ജീവിതം, അവരുടെ സങ്കടം. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഭാവനയൊക്കെ ഉള്ള ആൾക്കാരാകുമ്പം ഇത്തിരി അങ്ങോട്ട് ചിന്തിക്കും. അതിനുശേഷം അർജുനൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും, ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അത് ഒരു കാലത്ത് എന്താണ് മംഗളം, മനോരമ തുടങ്ങിയ വീക്കിലികളിൽ വന്ന കഥകൾ, തുടരൻ കഥകൾ വായിച്ചിട്ട് അടുത്ത ദിവസം എന്ത് സംഭവിക്കുന്നു മനസ്സിൽ കാണുമല്ലോ. അതേപോലെ അങ്ങനെയൊക്കെയാണ് ഭാവന വലുതായിട്ടുള്ളത്. നമ്മൾ പൈങ്കിളി വാരികകളെ അടച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല. ഒരു കാലത്ത് ആൾക്കാരുടെ വായനയെ അത് ഏതൊക്കെയോ തരത്തില് എന്താണ് ജ്വലിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിന്തിച്ച് ചിലപ്പോൾ അർജുൻ അങ്ങനെ പറഞ്ഞിട്ടും ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മളിങ്ങനെ ഭാവന ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ കൂടുതൽ കഥകളിലേക്ക് പോകാനുള്ള വാസനയാണ് ഉണ്ടാവുക. പിന്നീട് മുതിർന്ന കണക്കായിട്ട് ഈ കഥകളൊക്കെ ഇപ്പൊ കഥകളായി മാത്രമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അത് അതിനെ ഒന്നും ചിന്തിക്കൊന്നുമില്ല, അത് ശരിയായോ തെറ്റായോ ഒന്നും ചിന്തിക്കില്ല. കാരണം നമ്മൾ ഒരു ഏകപക്ഷീയമായിട്ട് നമ്മൾ ധർമ്മത്തിന്റെ ഭാഗത്ത് അങ്ങോട്ട് നിൽക്കുകയാണല്ലോ. കുറെ കഴിഞ്ഞ് നമ്മൾ കൂടുതൽ വായിച്ചു വരുന്ന സമയത്താണ് എടാ അങ്ങനെയല്ലല്ലോ, ആ കഥയിലൊരു അപ്പം അരക്കില്ലത്തിലിട്ട് പാണ്ഡവരെ ചുടാൻ ശ്രമിക്കുന്ന ഒരു സംഭവത്തില് നമ്മൾ പറയുന്നത് പാണ്ഡവരും അമ്മയും രക്ഷപ്പെട്ടു. പക്ഷെ അതിന് പകരമായിട്ട് അതിനകത്ത് അരക്കില്ലത്തില് ഒരു കാട്ടാള സ്ത്രീയും അവരുടെ 5 മക്കളും കൊല്ലപ്പെടുന്നുണ്ട്. പക്ഷെ മഹാഭാരതം അതിനെക്കുറിച്ച് നിശബ്ദത പാലിക്കും. സാധാരണ ഒരു മനുഷ്യത്വത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് നോക്കുമ്പോ അയ്യോ ആ ഒരു അമ്മയും 5 കുട്ടികളും കൊല്ലപ്പെട്ടല്ലോ, അത് എന്തുകൊണ്ടാണ് ഇതിഹാസം അഡ്രസ് ചെയ്യാതിരുന്നത്? അങ്ങനത്തെ ചില സംശയങ്ങൾ വരും. ചില മനുഷ്യരോട് അനീതി നടന്നിട്ടില്ലേ? അപ്പൊ അനീതി നടന്ന മനുഷ്യർ ഏത് വിഭാഗത്തിലായിരുന്നു? അവരേത് പക്ഷത്തായിരുന്നു? അവർ ധർമ്മത്തിന്റെ അല്ലായിരുന്നു? അത്തരത്തിലുള്ള ഇതൊക്കെ നമുക്ക് വരുന്നത് കുറച്ചുകൂടി മുതിരുമ്പോഴാണ് ആ ചോദ്യങ്ങൾ അങ്ങനെയാണ് ഉന്നയിക്കപ്പെടുന്നത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളോടുള്ള ഒരു താല്പര്യം മറ്റൊരു തരത്തിലേക്കായി മാറും. ഇപ്പം കൃഷ്ണമാരുടെ ഭാരത പര്യടനം അത്യാവശ്യമായിട്ട് എല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകമായിട്ടാണ് അതിനെ
ഞാൻ എപ്പോഴും പറയാറ്. കാരണം നമ്മുടെ ഒരു ചിന്തയും നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് വളരെ ഷാർപ്പാക്കുന്ന തരത്തിലുള്ള ഒരു പുസ്തകമാണത്. എങ്ങനെയാണ് ഒരു പുരാണ കഥയെ യുക്തിയുക്തമായിട്ട് അനലൈസ് ചെയ്യേണ്ടതെന്ന് അത് കാണിച്ചു തരും. ഏറ്റവും എല്ലാ വിദ്യാർത്ഥികളും വായിച്ചു പഠിക്കേണ്ട ഒരു പുസ്തകമായിട്ടാണ് ഭാരത പര്യടനത്തെ നമ്മൾ കാണുന്നത്. അത് മഹാഭാരതം വായിക്കേണ്ട വിധം കൂടി അത് പറഞ്ഞു തരുന്നുണ്ട്. അക്കാലത്ത് മാരാര് വാൽമീകിയുടെ രാമനെയും പിന്നെ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെയൊക്കെ വിമർശിക്കുന്നത് ഇന്ന് ഒരു പക്ഷെ അതങ്ങനെ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത തരത്തിലാണ്. അത് കാണേണ്ടതാണ് അത്. അപ്പൊ അത്തരം പുസ്തകങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. അതായത് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിലേക്ക് പോവാണ്. നമ്മൾ ആദ്യഘട്ടത്തിലെ കഥകളോടുള്ള താല്പര്യം വിട്ടിട്ട് നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ്ങിലേക്ക് പോകും. അത് കുറച്ച് ഭാവനയും കൂടിയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമാണെന്നല്ല, കുറച്ചുകൂടി കൗതുകകരമായിട്ടുള്ള അനുഭവമാണ്. അവിടുന്ന് പിന്നീട് ഈ എന്താണ് നമ്മൾ ഈ നോവലിന്റെ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോഴേക്ക് പലപ്പോഴും മഹാഭാരത സാഹചര്യങ്ങളുമായിട്ട് അതിനകത്തുള്ളത് മുഴുവൻ നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് ആണ് വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ. അത്രയും ശരിക്കെടുത്ത് പരിശോധിച്ചാൽ അത് കാണാം. അപ്പൊ BSPയുടെ രൂപീകരണം, മായാവതി, കാൻഷീറാം, അത്തരത്തിലുള്ള കുറച്ച് സംഗതികളും കൂടി അതിനകത്ത് ജസ്റ്റ് നോക്കിയാൽ അത് മനസ്സിലാവും. അത് നോർത്ത് ഈസ്റ്റിന്റെ ഒരു പൊളിറ്റിക്സ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മഹാഭാരതം ബന്ധപ്പെടുത്തിയിട്ട് ചിന്തിക്കാം. എന്തൊക്കെയാണ് സമകാലികത അതിനകത്ത് വരുത്താൻ പറ്റുക എന്നുള്ള രീതിയിൽ നമ്മൾ ആലോചിക്കുമ്പം അതിന്റെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് പാഠങ്ങളും കൂടി നമുക്ക് കിട്ടും. അതൊക്കെ നമ്മൾ പിന്നീട് വായിച്ചുണ്ടാക്കുന്നതാണ്. അപ്പൊ ഈ മഹാഭാരതമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ മാത്രമാണ് വായിക്കുന്നതെന്നല്ല ഇതിന്റെ അർത്ഥം. നമ്മുടെ ഒരു വായന അതിനകത്ത് പ്രതിഫലിക്കും. എന്തൊക്കെ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അതൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ആലോചിച്ച് കൊണ്ടുവരും അതിനെ. ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ആയുർവേദത്തിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ, ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അഷ്ടാംഗ ഹൃദയം കാണുന്നൊരു പുസ്തകമാണ്. സംസ്കൃതത്തിൽ നമുക്ക് വായിക്കാൻ പറ്റില്ല, അതിന്റെ ട്രാൻസ്ലേഷൻ കാണണം. അതേപോലെ ഈ പറഞ്ഞ പോലെ ചരക സംഹിത ആണെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇതിനൊപ്പം നമ്മുടെ ഗോത്രവർഗ വൈദ്യം, നാടോടി വൈദ്യമുണ്ട്, അത് അതിനകത്ത് ചികിത്സാവിധികള്. ഒപ്പം കുജിമാര തന്ത്രഭാഷ്യം എന്ന് പറയുന്ന പുസ്തകം, മഹാഭാരതത്തിലുള്ള മറ്റെല്ലാ കഥകളും, പലതരം വേർഷൻസ്, പാൻ ഇന്ത്യൻ വേർഷൻസ് ഉണ്ട് മഹാഭാരതത്തിനായാലും രാമായണത്തിനാണെങ്കിലും. രാമായണവും അതുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങളും നമ്മൾ കാണും. ഇരാവതി കാർവയെ സ്വാഭാവികമായിട്ട് കാണും. അതിനെക്കാട്ടിലും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പാൻ ഇന്ത്യൻ സാധനം പറഞ്ഞല്ലോ, അതായത് തമിഴ്നാട്, കർണാടക, ഒഡീസ, ബീഹാർ, മണിപ്പൂര്, ത്രിപുര, നാഗാലാൻഡ്, ഇത്തരം സംസ്ഥാനങ്ങളിലുള്ളതും അതുപോലെ നേപ്പാളിൽ പ്രചരിക്കുന്ന കഥകൾ, പാഠഭേദങ്ങൾ, ഇത്തരം കാര്യങ്ങൾ കളക്ട് ചെയ്യാൻ ശ്രമിക്കും. ശകുനി എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് പിന്നെ ഒറീസയിൽ വേറെ തന്നെ ഒരു തലമാണുള്ളത്. ഷബിനി വാസുദേവിന്റെ ശകുനി എന്ന് പറയുന്ന നോവലുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ധാരണ വരും എങ്ങനെയാണ് പിന്നെ അത് ശകുനി എന്ന് പറഞ്ഞ കഥാപാത്രം നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര മോശമല്ല, നമുക്ക് അത് വായിച്ചാൽ മനസ്സിലാവും. അതായത് അത് അവരുണ്ടാക്കുന്നത് ബീഹാറിലുള്ള ആൾക്കാരോട് സംസാരിച്ചിട്ടും അവരുടെ നാടോടി വിശ്വാസങ്ങളിൽ നിന്നും ഒക്കെ ഓരോ പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ്. അല്ലെങ്കിൽ അവരുടെ വിശ്വാസമാണ് അവർ നോക്കുന്നത്. ശകുനി ശരിക്കും കൗരവരോട് പക വീട്ടാൻ വേണ്ടിയിട്ട് കൗരവരുടെ ഭാഗത്ത് നിന്ന ഒരാളാണ് എന്നുള്ളൊരു വേർഷനാണ്. ശകുനിക്ക് ക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള, അതുപോലെ മഹാഭാരതത്തിലുള്ള ദുര്യോധനന് കൊല്ലം ജില്ലയിൽ ചോർനാട്, അവിടെ മലയാലപ്പുഴ, പിന്നെ അല്ല അവിടെ എല്ലാം ചോർനാട്, മലനട ക്ഷേത്രം ദുര്യോധനന്റേതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഓരോ വിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിലും ഉണ്ട്, കേരളത്തിലുണ്ട്. തമിഴ്നാട്ടിലാണെങ്കിൽ ഇരാവാന്റെ കഥ തമിഴ്നാട്ടില്. പക്ഷെ ഇരാവാന്റെ കഥ തമിഴിൽ നിന്ന് ഉള്ളതിനേക്കാളും മാറ്റം വരുത്തിയിട്ട് ടെസ്റ്റ് ചെയ്തിട്ടാണ് പ്രയോഗിച്ചിട്ടുള്ളത്. തമിഴിൽ ഇരാവാൻ സ്വന്തം ഇഷ്ടപ്രകാരം ബലി മൃഗമായി എന്നാണ്. അങ്ങനെ ചോയ്സ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ചോയ്സ് അല്ല. ചോയ്സ് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ആരെങ്കിലും ഒക്കെ നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന ചോയ്സ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ആ ഒരു സംഗതി വെച്ച് ചിന്തിച്ചപ്പോൾ ഇരാവാൻ പറ്റിക്കപ്പെട്ടിരിക്കാനാണ് സാധ്യത. അങ്ങനെയാണ് ആ നോവലിന്റെ മൊത്തം പൊളിറ്റിക്സ് എന്നുള്ളത് കൊണ്ട് അതിനെ ട്വിസ്റ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ അത്തരത്തില് ഐതിഹ്യങ്ങള്, നാട്ടറിവുകള്, പാട്ടുകള്, അങ്ങനെയൊക്കെ ഒരുപാട് വലിയൊരു റിപ്പോസിറ്ററി ഉണ്ട് സത്യത്തിൽ ആ ത്രയത്തിന്റെ പുറകിൽ. അതുകൊണ്ടും കൂടിയാണ് അത് എഴുതി തീർക്കാൻ അത്രയും സമയം എടുത്തത്. അത് ഉപേക്ഷിച്ചിട്ടാണ് കല്യാണി എഴുതി തുടങ്ങിയത്. ഏകദേശം ഒരു വർഷത്തോളം ഇതിൽ മെനക്കെട്ടിട്ട് 6 തവണയോളം ഇത് മാറ്റി എഴുതേണ്ടി വന്നു. പല കഥാപാത്രങ്ങളുടെ വീക്ഷണകോണിൽ മാറ്റി എഴുതേണ്ടി എന്ന് പറഞ്ഞാൽ ഒരിക്കലും പൂർണ്ണമായിട്ടല്ല, 3-4 ചാപ്റ്റർ എഴുതിയിട്ട് ഉപേക്ഷിക്കുകയാണ് ചെയ്യുക. പിന്നെ വീണ്ടും വേറൊരു സൈഡിൽ തുടങ്ങും, വേറൊരു കഥാപാത്രത്തെ വെച്ച് തുടങ്ങും. അതൊക്കെ നടക്കില്ല, ഇതെന്നെ കൊണ്ട് ശരിയാവില്ല എന്ന് കണ്ട് ഉപേക്ഷിച്ച സാധനമാണ്. അതിനുശേഷമാണ് കല്യാണി വരുന്നത്. കല്യാണിക്ക് ശേഷം ഇത് വീണ്ടും പൊടിതട്ടി എടുത്തു. ആ സമയത്ത് തന്നെ പല അഭിമുഖങ്ങളിലും ഞാനിത് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ തുടങ്ങി വെച്ചൊരു നോവൽ ഉണ്ട്, അത് പൂർത്തിയാക്കണം എന്നാണ്. അടുത്ത വർക്ക് എന്താന്ന് വെച്ചപ്പോൾ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതാണ് ഈ നോവല്. ഇതുമായിട്ട്
ബന്ധപ്പെട്ട് എന്റെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നടത്തിയിട്ടുള്ള കുറെ കാര്യങ്ങൾ, അതിന്റെ അന്വേഷണങ്ങളുണ്ട്. നോവലിന്റെ റിസർച്ച് അല്ല, നമ്മുടെ PhD ക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെയും ഇതിനെ സഹായിച്ചിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പുസ്തകങ്ങളിൽ നിന്ന് ഡാറ്റ എടുക്കുന്ന സമയത്ത് ഇപ്പൊ കുജിമാരതന്ത്ര ഭാഷ്യം എന്ന് പറയുന്നത് വാസ്തവത്തിൽ വാചീകരണ വിധികൾ പ്രസ്താവിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അപ്പൊ അതിനകത്തുനിന്ന് കംപ്ലീറ്റ് ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. അത് എടുക്കേണ്ട കാര്യമില്ല. നോവലിനകത്ത് ഫിക്ഷൻ വരുന്നത് കൊണ്ട് തന്നെ അതിലെ മരുന്നുകളുടെ ചേരുവകളൊക്കെ പകുതി ഭാവനയും പകുതി സത്യവുമാണ്. പകുതി ആയുർവേദത്തിൽ കാണും, പകുതി ഭാവനയാണ്. രണ്ടെണ്ണം മിക്സ് ചെയ്തിട്ടൊരു സാധനം ഉണ്ടാക്കാന്നൊക്കെ ഉള്ളത്. അപ്പം അതെല്ലാം അത്തരത്തിലൊരു അനുപാതം പാലിച്ചിട്ടുണ്ട്. എത്ര അതിനകത്ത് നമ്മള് ഭാവന ഉപയോഗിക്കുന്നു, ഭാവനയാണ് ഒരുപാട് ഉണ്ടാവുക. ഒരു പൊടിക്ക് അതിനകത്തൊരു ഒറിജിനൽ സംഗതി ഇടാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നേരത്തെ പറഞ്ഞല്ലോ, അതൊരു ടെക്നിക്കാണ്. അല്ലെങ്കിൽ അത് വെറും ഒരു പുനരാഖ്യാനം എന്ന രീതിയിൽ നമ്മൾ എഴുതി പോകും. ഒരാൾ പറഞ്ഞു വെച്ച കഥ ഒന്നും കൂടി പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ്? അപ്പൊ അതുകൊണ്ട് കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടാവട്ടെ എന്നുള്ളതിൽ ചെയ്തിട്ടുള്ള കുറെ പൊടിക്കൈകളാണത്. അതൊക്കെ വിജയിച്ചു എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. ഇപ്പം സിജി ടീച്ചർ ആണെങ്കിലും ലയ ആണെങ്കിലും അത് പറഞ്ഞപ്പോൾ എനിക്ക് കുറെ കൂടി ബോധ്യപ്പെട്ടു. ഒരു വളരെ സന്തോഷം. ടീച്ചറെ, കോളേജിലെ ഇംഗ്ലീഷിലെ ടീച്ചറാണ്, ഹീര ടീച്ചറാണ്. ഞാൻ വളരെ കൗതുകത്തോടുകൂടി കേൾക്കുകയായിരുന്നു. ഇത്രയും വിപുലമായിട്ടും ദീർഘമായിട്ടൊക്കെ ടീച്ചർ ഇത് വളരെ നന്നായി വിവരിച്ചു. ഞാനതൊരു 100 പേജിൻ്റെ അടുത്തായിട്ടുള്ളൂ എത്തിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനിയൊരു 2 ദിവസത്തിനുള്ളിൽ വേഗം തീർക്കണം എന്നുണ്ട്. അത് കയ്യിലെടുത്ത് പിന്നെ താഴെ വെക്കാൻ തോന്നില്ല, എന്നാലും തിരക്കുകളുള്ളതുകൊണ്ട് കുറച്ചൊന്ന് മാറ്റി വെച്ചാണ്. പിന്നെ സിജി ടീച്ചറുടെ അവതരണം വളരെ ഗംഭീരമായിരുന്നു. പിന്നെ ഇതിനോട് ചേർത്തൊരു ചോദ്യം, സമയത്ത് വൈകിയെന്ന് അറിയാം, എന്നാലൊരു ചോദ്യം ചോദിക്കാമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ വന്നിട്ടുണ്ടോ ടീച്ചർ? ഇപ്പോൾ അതിനെക്കുറിച്ചൊന്ന് അറിയാൻ താല്പര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ ട്രാൻസ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പബ്ലിഷറുടെ ആണ്. കാരണം നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. റൈറ്റ്സ് മാതൃഭൂമിയുടേതാണല്ലോ. അപ്പൊ അവരാണ് അത് കൈകാര്യം ചെയ്യുന്നത്. നിലവിൽ അവർക്ക് 1-2 ഓഫറുകൾ, 3 മറ്റോ ഓഫറുകൾ ഉണ്ടെന്നാണ് അവരെന്നോട് പറഞ്ഞത്. അത് ഫൈനലൈസ് ചെയ്തിട്ടില്ല. പബ്ലിഷർ മുന്നോട്ട് വന്നാലാണ് പൊതുവെ അത് ഏത് വേണമെന്ന് തീരുമാനിക്കുന്നതെന്ന് തോന്നുന്നു. എനിക്കതിന് സാങ്കേതിക കാര്യങ്ങൾ അറിയില്ല. എനിക്കറിയാവുന്ന ഇത്ര മാത്രമാണ്. അതിന് ആൾക്കാർ സമീപിച്ചിട്ടുണ്ട്, പക്ഷെ അവരൊരു പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി ആരോടും പറഞ്ഞിട്ടില്ല എന്നാണ് എന്റെ അറിവ്. ട്രാൻസ്ലേഷൻ പേഴ്സണലി എന്റെ ഒരു തോന്നൽ എന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യക്ക് അകത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം ഇന്ത്യൻ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെടുന്നതാണ്. അപ്പൊ ഇംഗ്ലീഷിലേക്കുള്ള ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു പരിധി വരെ ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ കിട്ടിയാലാണ് ഇന്ത്യയിലെ ബുക്ക് അല്ലെങ്കിൽ മലയാളത്തിലുള്ള ഒരു പുസ്തകം ഇംഗ്ലീഷിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ കൂടുതൽ വായനക്കാരുണ്ടാവുക. അത് പിന്നെ ലോകമാർക്ക് നമ്മുടെ പുസ്തകം ഇംഗ്ലീഷിലേക്ക് ആകുന്നതോടുകൂടി ലോക വിപണി അത് കീഴടക്കി എന്നൊക്കെ വിചാരിക്കുന്നത് സത്യം പറഞ്ഞാൽ മൗഢ്യാണ്. അങ്ങനെ ഉള്ള വായന ഉണ്ടാവില്ല. നമ്മൾ പൗലോ കൊയ്ലോയെ അറിയുന്നുണ്ടല്ലോ, ഒരുപാട് വായിക്കുന്നുണ്ട്. പക്ഷെ നന്നായിട്ട് വായിക്കുന്ന ആൾക്കാർക്ക് അറിയാം, പൗലോ കൊയ്ലോ ഒരു ഉദാത്ത സാഹിത്യകാരനല്ല വിദേശത്തെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ വേൾഡ് മാർക്കറ്റ് അല്ല, മാർക്കറ്റ് എന്ന് പറഞ്ഞുകൂടാ, നമ്മുടെ ലോകാന്തര വായന വെച്ച് നോക്കുമ്പം അത് അങ്ങനെയല്ല. ഇങ്ങോട്ട് വരുമ്പം നമ്മൾ അതാണ് കാണുന്നത്. അതാണ് ശരിക്കും, അതല്ല നോവൽ നമ്മൾ പറയും. ഈ ഒരു സംഗതി എല്ലാ ഭാഷകൾക്കും ഉണ്ട്. അപ്പൊ ഇംഗ്ലീഷിലേക്ക് മാറുന്നതോടുകൂടി ലോകം മുഴുവൻ അത് വായിക്കും എന്നുള്ളൊരു വിശ്വാസം സത്യം പറഞ്ഞാൽ അത് ഇല്ലാത്തതാവും നന്നാവാന്ന് എനിക്ക് തോന്നുന്നു. അത്തരത്തിൽ വായിക്കപ്പെടുന്നുള്ള ഒരു മിഥ്യാബോധം ചിലപ്പോ ഏതെങ്കിലും തരത്തില് കയറി പോകാനും സാധ്യതയുണ്ട്. നമുക്കത് പ്രവചിക്കാൻ പറ്റില്ല. അതേസമയം ഇന്ത്യൻ ഭാഷകൾക്ക് അതിനകത്തേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട് ഇന്ത്യക്കകത്ത് സഞ്ചരിക്കുന്നത് വേറെ ഒരു വിവർത്തനാനുഭവമാണ്. അതാണ് ശരിക്കും നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഭുജങ്കയ്യന്റെ ദശാവതാരങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. അപ്പം കന്നഡ നോവലുകൾ മലയാളത്തിലേക്ക് ആക്കിയത്, തമിഴ് നോവലുകൾ മലയാളത്തിലേക്ക് വരുന്ന, ബംഗാളി നോവലുകൾ മലയാളത്തിലേക്ക് വരുന്നതൊക്കെ നമ്മള് വളരെ താല്പര്യത്തോടു കൂടി വായിക്കും. നമ്മുടെ ഭാവുകത്വത്തെ അത് വല്ലാതെ നിയന്ത്രിച്ചിട്ടുണ്ട് ഒരു കാലം. മാതൃഭൂമി വീക്കിലിയിൽ തന്നെ ഇതിങ്ങനെ സീരിയലൈസ് ചെയ്ത് വരുമായിരുന്നു. പ്രഥമ പ്രതിശ്രുതി, സുവർണലതയൊക്കെ എങ്ങനെയാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. അപ്പം ഇന്ത്യക്കകത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നതിന്റെ ഒരു ഭംഗി, അതിന്റെ ഒരു ഗരിമ ശരിക്കും പുറത്തേക്ക് പോകുമ്പോൾ കിട്ടണമെന്നില്ല. അതായത് ലോകം മുഴുവനും മലയാളത്തെ കാത്തിരിക്കുന്നു എന്ന് പറയുന്നത് നമുക്കൊന്നുകിൽ നമ്മൾ അതിന്റെ ഒരു ആത്മവിശ്വാസം കൂടുതൽ കൊണ്ട് പറയുന്നതോ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള കൃത്യമായ അറിവില്ലായ്മ കൊണ്ടോ പറയുന്നതാണ്. അത് അന്താരാഷ്ട്ര പബ്ലിഷേഴ്സിനോട് ചോദിച്ചാൽ അവർ കൃത്യം പറഞ്ഞു തരും. അവരുടെ കയ്യിൽ അതിന്റെ കണക്കുണ്ട്, പോകുന്ന കോപ്പികളുടെ ഒക്കെ കണക്ക്. നേരത്തെ പറഞ്ഞല്ലോ, ടൈറ്റിൽസ് വരുവാണെങ്കിൽ മാത്രമാണ് പലപ്പോഴും പല പുസ്തകങ്ങളും ശ്രദ്ധിക്കപ്പെടാറ്.
അല്ലെങ്കിൽ ആരെങ്കിലും അതിനെ ലിസ്റ്റ് ചെയ്യണം. അത് നിങ്ങൾ മസ്റ്റ് റീഡ് ആണ് എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ആ ഒരു പുസ്തകം ശ്രദ്ധിക്കപ്പെടുക. അപ്പൊ അതുകൊണ്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അത് അടിയന്തിരമായി വേണ്ടെന്നാണ് എന്ന് വിചാരിക്കുന്നില്ലാത്തതുകൊണ്ടാണ് ഞാൻ അവരോട് അതുമായി ബന്ധപ്പെട്ടൊന്നും സംസാരിക്കാത്തത്. പബ്ലിഷേഴ്സ് ആണ് ട്രാൻസ്ലേറ്റേഴ്സിനോട് സംസാരിക്കുന്നതും. പിന്നെ അത് നമ്മളോട് തീർച്ചയായും പറയും. കാരണം നമ്മുടെ നമുക്ക് അതിനകത്ത് ചെറിയ അവകാശം ഉണ്ടല്ലോ, നമ്മൾ പബ്ലിഷേഴ്സിന് നോവൽ കൊടുത്താലും. അന്നേരം അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നന്ദി ടീച്ചറെ. അപ്പം എന്തായാലും ഇന്ത്യയിലൊട്ടാകെ എല്ലാ ഭാഷകളിലേക്കും അതെത്തട്ടെ എന്ന ഒരു ആശംസയും കൂടി ഇതിനോട് ചേർത്ത് വയ്ക്കുകയാണ്. ഇപ്പം നേരം ഇത്തിരി അതിക്രമിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ലേന. എന്തായാലും നമ്മുടെ ഇന്നത്തെ പുസ്തക ദിനം ഗംഭീരമായി ടീച്ചറുടെ വരവോട് കൂടിയിട്ട് സിജിക്ക് പ്രത്യേകം സ്നേഹം അറിയിക്കുകയാണ്. ലേന സംസാരിക്കും. അല്ല, ശ്രീദേവി. മാഷെ, ഇത്രയും പ്രതിസന്ധികൾക്കിടയിലും ഇവിടെ എത്തിച്ചേർന്ന രാജശ്രീ ടീച്ചർക്ക് ഒത്തിരി സ്നേഹം അറിയിക്കുകയാണ്. ഇനി നമ്മുടെ വ്യാഴാഴ്ച വായനാഴ്ചയുടെ അവസാനത്തെ നിമിഷങ്ങളിലേക്ക് കിടക്കുകയാണ്. നന്ദി പറയുന്നതിനായിട്ട് 2ാം വർഷ BEd വിദ്യാർത്ഥിനിയായ നിതിൻ ദാസിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ഈ വായനാ ദിനത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു നിമിഷം ലഭിച്ചതിൽ വളരെയേറെ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്നത്തെ ഇത്രത്തോളം നീണ്ടുപോയൊരു അവതരണം, പക്ഷെ എന്നിരുന്നാൽ പോലും അവതരണം മാത്രമല്ല, നമ്മുടെ ടീച്ചറുടെ പുസ്തകത്തെ കുറിച്ചുള്ള വിലയേറിയ വാക്കുകൾ, ടീച്ചറുടെ അനുഭവങ്ങൾ ഒക്കെ നമ്മളിൽ ഓരോരുത്തരിലും സ്വാധീനം ചെലുത്തുകയുണ്ടായിട്ടുണ്ട്. എന്തായാലും എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നമ്മുടെ SNM ട്രെയിനിങ് കോളേജ് മൂത്തുകുന്നത്തിന്റെ നേതൃത്വത്തിൽ ലിറ്റററി ക്ലബും ലൈബ്രറി റീഡേഴ്സ് ഫോറവും എല്ലാ വ്യാഴാഴ്ചകളിലും നടത്തി വരാറുള്ള വായനാഴ്ചയുടെ ഭാഗമായിട്ട് ഇന്ന് ആത്രേയകം എന്ന് പറഞ്ഞ പുസ്തകമാണ് നിരൂപണം ചെയ്യപ്പെടുകയുണ്ടായത്. ഇന്നത്തെ പരിപാടിയിൽ നമ്മുടെ അധ്യക്ഷ സ്ഥാനം വഹിച്ച നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ സുസ്മിത ടീച്ചറോടുള്ള സ്നേഹവും നന്ദിയും ആദ്യം തന്നെ അറിയിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റാഫ് കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള കൃഷ്ണകുമാർ മാഷിനോടും ഹീര ടീച്ചറോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഒപ്പം ഇന്ന് ആത്രേയകം എന്ന് പറഞ്ഞ പുസ്തകം നമുക്ക് പരിചയപ്പെടുത്തി തന്ന നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിനിയും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുല്ലൂറ്റിലെ അധ്യാപികയുമായ സിജി ടീച്ചറോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കാനായിട്ട് ഈ ഒരു നിമിഷം ഉപയോഗിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഏറെ സന്തോഷത്തോടു കൂടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എല്ലാ അവസ്ഥകളെയും മാറ്റി നിർത്തിക്കൊണ്ട് എത്തിച്ചേർന്ന നോവലിസ്റ്റ് രാജശ്രീ ടീച്ചറോടുമുള്ള സ്നേഹവും അതുപോലെ തന്നെ നന്ദിയും എൻ്റെയും കോളേജിൻ്റെയും പേരിൽ ഞാൻ അറിയിക്കുകയാണ്. ഒപ്പം ഈ പരിപാടിയുടെ സ്റ്റുഡൻറ് കോർഡിനേറ്റർ ആയിട്ടുള്ള ലയന, ഇന്നത്തെ ഈ പരിപാടിയിൽ സ്വാഗതം പറഞ്ഞത് ലയന തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ മോഡറേറ്റർ ആയിട്ടുള്ള ശ്രീദേവി, ഒപ്പം ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് എത്തിച്ചേർന്ന എൻ്റെ കൂട്ടുകാരോടും മറ്റു അധ്യാപകരോടും മറ്റു നല്ലവരായ കേൾവിക്കാരോടും വായനക്കാരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.